അതിനൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല തോന്നുന്നു. ജസ്റ്റ് അതെന്താ ഡയറ്റ് എന്താ ന്യൂട്രീഷൻ എന്താ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ നേരെ ഫുഡിന്റെ ക്ലാസിഫിക്കേഷനിലേക്കാണ് കയറിയത്. ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് ചാപ്റ്ററിലെ ആദ്യത്തെ ടേബിൾ തന്നെ ഇതാണ്, ഫുഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സോ ഫുഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ബേസ് ഓഫ് ഒറിജിൻ, ഇറ്റ്സ് കെമിക്കൽ കോമ്പോസിഷൻ, ഇറ്റ്സ് പ്രീഡോമിനന്റ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ന്യൂട്രിറ്റീവ് വാല്യൂ. ഇങ്ങനെ 4 ക്രൈറ്റീരിയസ് വെച്ചിട്ടാണ് നമ്മൾ ഫുഡിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. So, based on origin, it can be classified as food of animal origin and food of vegetable origin or plant origin. And classification by chemical composition means protein, fat, carbohydrate, vitamins, and minerals. These comes under the classification by chemical composition. അപ്പൊ അതിൽ തന്നെ protein, fat, and carbohydrates are known as proximate principles or macronutrients. Vitamins and minerals are known as micronutrients. ഇത് ഭയങ്കര ബേസിക് സംഭവമാണ്, പക്ഷെ ഇപ്പോഴും ക്വസ്റ്റ്യൻസിൽ ഉള്ളതാണ്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സോ മാക്രോന്യൂട്രിയൻസ് അതർവൈസ് നോൺ ആസ് proximate principles. Okay. And on the basis of predominant function, ബോഡി ബിൽഡിംഗ് ഫുഡ്, എനർജി ഗിവിംഗ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്, ഇത് വളരെ ചെറിയ ക്ലാസ് തൊട്ടേ നിങ്ങൾ പഠിക്കുന്നതാണ്. ബോഡി ബിൽഡിംഗ് ഫുഡ് എക്സാമ്പിൾ അറിയാലോ, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്, പൾസസ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതൊക്കെ ബോഡി ബിൽഡിംഗ് ഫുഡാണ്. എനർജി ഗിവിംഗ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ് ആണ് എനർജി ഗിവിംഗ് ഫുഡ്, ഷുഗർ, റൂട്ട്, ട്യൂബേഴ്സ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് പറയുന്നത്, വിച്ച് ഇസ് റിച്ച് ഇൻ വൈറ്റമിൻ ആൻഡ് മിനറൽസ്. So based on nutritive value, pulses, cereals, millets, vegetables, nuts and oil seeds, animal food, sugar, jaggery, spices, condiments, nutritive value ബേസിൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. So coming to classification of nutrients. The nutrients are in organic and inorganic complexes, and each one has specific functions in our body. So protein, fats, carbohydrates belongs to macronutrients, and vitamins and minerals belong to micronutrients. We all know that. And these macronutrients means they form the bulk of the diet. It is otherwise it is known as proximate principles. And micronutrients, micro, as the name suggests, it is required in very small quantities in our diet. And then minerals. Regarding minerals, there are some major minerals: sodium, potassium, magnesium, calcium, phosphorus. These all are major minerals. And some are trace elements. Trace elements means they need to be in very, very small quantity, very traces. There is iron, iodine, fluorine, zinc, copper, cobalt, selenium, chromium, manganese, molybdenum, nickel, tin, silicon, vanadium. These all are trace elements. And some are there without any non-function in our body. That is lead, mercury, barium, boron, aluminium, which are known as trace contaminants. Because അതിന് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നും ഇല്ല. അപ്പൊ അത് കുറച്ച് ട്രേസിലായാലും നമ്മുടെ ബോഡിയിൽ പോയിസണിങ് ഉണ്ടാക്കുന്നതാണ് ഈ ട്രേസ് കണ്ടാമിനൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് ഈ മാക്രോ ന്യൂട്രിയൻസിന്റെ ഒക്കെ എനർജി ഈൽഡ് എത്രയാണ്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്, 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ 4 കിലോ കലോറിയാണ്. സെയിം ഇൻ കേസ് ഓഫ് പ്രോട്ടീൻസ്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റിലും പ്രോട്ടീൻസിലും 4 കിലോ കലോറി പെർ ഗ്രാം ആണ് എനർജി ഈൽഡ് എന്ന് പറയുന്നത്. രണ്ട് സെയിം ആണെന്ന് ഓർത്ത് വെക്കാം. ഫാറ്റ് എന്ന് പറയുമ്പോൾ 9 കിലോ കലോറി പെർ ഗ്രാം. അതിനിപ്പോ ന്യൂട്രീഷണൽ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ കൂടുതലും ബൈഹാർട്ട് ചെയ്യാനുള്ളത്, അല്ല കൺസെപ്റ്റ് ബേസ്ഡ് അങ്ങനൊന്നും അല്ല. നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ 7 ക്വസ്റ്റ്യൻസ് എന്തോ ആണ് നമ്മൾ PSC പറയുന്നത്. അപ്പൊ അതില് നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് നിന്ന് എന്തായാലും കിട്ടും. സോ അത് കുറെ ബൈഹാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് എനർജി ഈൽഡ്, ചിലതിന്റെ RDA, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ. സോ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസിന് എനർജി ഈൽഡ് 4 കിലോ കലോറി പെർ ഗ്രാമും ഫാറ്റ്സിൻ്റെത് 9 കിലോ കലോറി പെർ ഗ്രാമും ആണ്. Then balanced diet, not balance, balanced diet. അതിൽ ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ട്. എല്ലാ ടൈപ്പ് ഫുഡ്സും റൈറ്റ് പ്രൊപ്പോർഷനിൽ ചേരുമ്പോഴാണ് നമ്മൾ അതിനെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഒരു നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഈ സ്റ്റേറ്റ്മെന്റ്സ്, ഈ ഫാക്ട്സ് നമ്മൾ ഓർത്തിരിക്കണം. ഇൻ എ ബാലൻസ്ഡ് ഡയറ്റ്, പ്രോട്ടീൻ ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് 10 to 15% ഓഫ് ടോട്ടൽ ഡെയിലി എനർജി ഇൻടേക്ക്.
Fat should constitute 15 to 30% of total daily energy intake. And carbohydrate should constitute remaining 50 to 70% of total daily energy intake. ഈ പെർസെൻറ്റേജുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിൽ കാർബോഹൈഡ്രേറ്റ് ആണ് ടോട്ടൽ ഡെയിലി എനർജി ഇൻടേക്കിന്റെ കൂടുതൽ പോർഷൻസ് വരുന്നത് 50 to 70. അത് കഴിഞ്ഞാൽ ഫാറ്റ്സും ഏറ്റവും കുറവ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ബാലൻസ് ഡയറ്റിൽ പറഞ്ഞ 10 to 50% ഓഫ് ടോട്ടൽ ഡെയിലി എനർജി ഇൻടേക്കിൽ വരുന്നതാണ് പ്രോട്ടീൻ. ഇതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് ഓൾട്ടറിംഗ് ദ ഡെയിലി റിക്വയർമെന്റ് ഓഫ് ന്യൂട്രിയൻസ്. നമുക്കിപ്പോൾ ഓരോ ഡെയിലി റിക്വയർമെന്റിനെ അഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് മേ ബി ജെനറ്റിക് ആൻഡ് ദാറ്റ് മേ ബി ഡ്യൂ ടു ബയോകെമിക്കൽ ഇൻഡിവിജ്വാലിറ്റി. സോ ബയോകെമിക്കൽ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുമ്പോൾ ജെൻഡർ കൊണ്ട് ഡിഫറൻസ് ഉണ്ടാവാം, ലാക്ടേഷൻ പീരിയഡ്, ഇൻഫെക്ഷൻ, സർജറി, സ്മോക്കിംഗ്, കഫീൻ, ആക്ടിവിറ്റി ആൻഡ് ഇൻടേക്ക് ഓഫ് ഡയറ്റ് ഫാക്ടേഴ്സ്. അപ്പൊ ഇതൊക്കെ ദീസ് ഓൾ ആർ affecting the factors that affecting the daily requirement. And some genetic things are pregnancy, growth, drug nutrient interactions, alcohol, environmental pollutant, environmental pollutants, exercise level. I'm sorry, biochemical individuality, genetic differences എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഹെഡിങ്, ഇറ്റ്സ് ഓൾസോ ഫാക്ടർ. ബയോകെമിക്കൽ ഇൻഡിവിജ്വാലിറ്റി, ജെൻഡർ, ലാക്ടേഷൻ, ഇൻഫെക്ഷൻ, സർജറി, സ്മോക്കിംഗ്, കഫീൻ, ആക്ടിവിറ്റി, ഡയറ്റ് ഫാക്ടേഴ്സ്, pregnancy, growth, these all together are factors that altering the daily requirement of nutrients. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ന്യൂട്രിയൻസിന്റെ ഡെയിലി റിക്വയർമെന്റിനെ അഫക്ട് ചെയ്യുന്നത്. നമുക്ക് ഇതെല്ലാം ഗസ് ചെയ്യാന്നേ ഉള്ളൂ. ഇതെല്ലാം തന്നെ നമ്മുടെ ന്യൂട്രിയൻസ് ഡെയിലി റിക്വയർമെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, ആൽക്കഹോൾ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഇതിൽ നമുക്കിപ്പം ഗസ് ചെയ്താൽ കിട്ടാൻ ചിലപ്പോൾ ആൽക്കഹോൾ ആയിരിക്കും. ആൽക്കഹോൾ ക്യാൻ ഓൾട്ടർ ദ ഡെയിലി റിക്വയർമെന്റ് ഓഫ് ന്യൂട്രിയൻസ്, ആൽക്കഹോൾ കൺസംഷൻ. ഓക്കെ, സോ കമ്മിങ് ടു ദ കൺസെപ്റ്റ് ഓഫ് RDA. RDA എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി, ഒരു ജനറൽ കമ്മ്യൂണിറ്റി, ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പില് ഒരു അവരുടെ ഒരു റേഷൻ ഫുഡ് സപ്ലൈസിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ കൺസെപ്റ്റ് ആണ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്, RDA എന്ന് പറയുന്നത്. ഇത് വളരെ 19th സെഞ്ചുറിയിലെ മാക്രോ ന്യൂട്രിയൻസിന്റെ കൺസെപ്റ്റ് വന്ന ആ ഒരു ടൈം തൊട്ടേ വന്നൊരു സംഭവമാണ് ഈ ഡയറ്ററി സ്റ്റാൻഡേർഡ്സിന്റെ ഇതിൽ RDA എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പർട്ടിക്കുലർ ന്യൂട്രിയൻസ് സഫിഷ്യന്റ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത് ഇൻ നിയർലി ഓൾ പീപ്പിൾ. ഒരു മെജോറിറ്റി പേഴ്സൺസിനും അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ ഒരു പർട്ടിക്കുലർ ന്യൂട്രിയന്റ് എത്ര വേണം എന്നുള്ളതാണ് റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് എന്ന് പറയുന്നത്. അതെപ്പോഴും എന്താണ്, ദീസ് ആർ ദ എസ്റ്റിമേറ്റ്സ് ഓഫ് ന്യൂട്രിയന്റ് ഇൻടേക്സ് വിച്ച് ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ ഗ്രൂപ്പ് need to consume to ensure that the physiological need of all subjects in that population are met. ഒരു സേഫ് ലെവൽ ആണ് ഈ പറയുന്നത്. ദിസ് ഈസ് എ സേഫ് ലെവൽ ഓഫ് ഇൻടേക്ക് ആൻഡ് ചാൻസസ് ഓഫ് ദിസ് ലെവൽ ബീങ് ഇനഡിക്കേറ്റ് ഈസ് നോട്ട് മോർ ദാൻ 2.5%. ഒരു സേഫ് ലെവൽ എല്ലാവർക്കും, ഒരു പോപ്പുലേഷന്റെ 97.5% ആൾക്കാരുടെയും റിക്വയർമെന്റ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് ലെവൽ എന്നുള്ള രീതിയിലാണ് RDA എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, so it is a mean requirement for a nutrient to which an allowance of 2 SD has been added. ഒരു mean requirement ആണ്, അതിനോട് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആഡ് ചെയ്താണ് പറയുന്നത്. ഓക്കെ, നമ്മൾ RDA പറയുമ്പോൾ അതിന്റെ കൂടെ പറയുന്ന മറ്റൊരു എമൗണ്ട്, ഒരു ക്വാണ്ടിറ്റി ആണ് എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്, EAR. എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് എ ന്യൂട്രിയൻ ദാറ്റ് വിൽ maintain a specific biochemical or physical body function in half the healthy people of a given age and gender group. നമ്മൾ RDA പറഞ്ഞൊരു പോപ്പുലേഷന്റെ മെജോറിറ്റി പീപ്പിളിന്റെയും ഫിസിയോളജിക്കൽ നീഡ്സിനെ മെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആവശ്യമുള്ള എമൗണ്ട് ആണ് നമ്മൾ പറഞ്ഞ RDA. EAR എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് ദ ഹെൽത്തി പീപ്പിൾ, ഒരു പർട്ടിക്കുലർ ഏജിന്റെ പർട്ടിക്കുലർ ജെൻഡറിൽ ഹാഫ് ഓഫ് ദ ഹെൽത്തി പീപ്പിളിന് അവരുടെ ബോഡി ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടുന്ന ന്യൂട്രിയന്റിന്റെ ആവറേജ് എമൗണ്ട് ആണ് എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർമെന്റ്.
നെക്സ്റ്റ് കൺസെപ്റ്റ് റെഫറൻസ് മാൻ ആൻഡ് വുമൺ. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒന്നാണ്. അപ്പൊ ഒരു ഇന്ത്യയിൽ നമ്മൾ ഒരു റെഫറൻസ് മാനെയും ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ന്യൂട്രീഷന്റെ സ്റ്റാൻഡേർഡ്സിനെ പറയാൻ വേണ്ടിയിട്ട്, ഒരു ന്യൂട്രീഷണൽ പോളിസീസിനൊക്കെ ഒരു ഗോൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഐഡിയൽ വെയിറ്റും ഹൈറ്റും ഒക്കെ വെച്ചിട്ട് ഒരു ന്യൂട്രിയന്റ് ഇൻഡെക്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു റെഫറൻസ് ഇന്ത്യൻ മാനും റെഫറൻസ് ഇന്ത്യൻ വുമണും വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയസ് യു ഷുഡ് ബൈ ഹാർട്ട്. റെഫറൻസ് ഇന്ത്യൻ അഡൽട്ട് മാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫുൾ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 18 to 29 years ഓഫ് ഏജ് ഗ്രൂപ്പിലുള്ള ആളാണ് നമ്മൾ എടുക്കുന്നത്. 18 to 29 ഏജ് ഗ്രൂപ്പിൽ 60 kg വെയിറ്റും ഹൈറ്റ് 173 centimeter, that is 1.73 meter, with a body mass index of 20.3. And he should be free from disease. He should be physically fit for work. ആൻഡ് ഇപ്പം അവർ ഒരു മോഡറേറ്റ് ആക്ടിവിറ്റി ഇൻവോൾവ് ആവുന്ന ആളായിരിക്കണം. 8 hours എംപ്ലോയിഡ് ആയിരിക്കണം. ഇനി നോട്ട് അറ്റ് വർക്ക് ആണെങ്കിൽ ഈ സ്പെൻസ് 8 hours ഇൻ ബെഡ്, 4 to 6 hours സിറ്റിംഗ് ആൻഡ് മൂവിങ് അബൌട്ട്, ആൻഡ് 2 hours ഇൻ വാക്കിംഗ് ആൻഡ് ഇൻ ആക്റ്റീവ് റിക്രിയേഷൻ, ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ്. ഇതാണ് ഒരു റെഫറൻസ് ഇന്ത്യൻ മാന്റെ മൊത്തമായിട്ടുള്ള ഡെഫിനിഷൻ. അപ്പൊ ജസ്റ്റ് ഈ ഏജും വെയിറ്റും ഹൈറ്റും മാത്രം നോക്കി പോവരുത്, ബാക്കി പറയുന്ന കാര്യങ്ങൾ കൂടി നോക്കുക. ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് പിക്ക് ചെയ്യാൻ വരുമ്പോൾ മോർ ദാൻ 1 or 2 ഓപ്ഷൻസ് 3 ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ റെഫറൻസ് ഇന്ത്യൻ മാൻ എന്ന് പറയുമ്പോൾ ഏജ് ഗ്രൂപ്പ് ആദ്യം ഓർക്കുക, 18 to 29 years, വെയിറ്റ് 60 kg, ഹൈറ്റ് 173 centimeter. സോ BMI 20.3. പിന്നെ ഡിസീസിൽ നിന്ന് ഫ്രീ ആയിരിക്കണം എന്നുള്ളത്. അവർ വർക്കിംഗ് ആണെങ്കിൽ അവർ ഒരു 8 hours ഒക്കുപേഷണൽ എംപ്ലോയിഡ് ആയിരിക്കണം. ദറ്റ് ഈസ് എ മോഡറേറ്റ് ആക്ടിവിറ്റി ടൈം പീരിയഡ്. ദെൻ ഇനി വർക്കിംഗ് അല്ലെങ്കിൽ 8 hours ബെഡിൽ, 4 to 6 hours സിറ്റിംഗ് ആൻഡ് മൂവിംഗ് അബൌട്ട്, 2 hours വാക്കിംഗ് ആൻഡ് ഇൻ ആക്റ്റീവ് റിക്രിയേഷൻ. ഓക്കെ. Then reference Indian adult woman. Reference Indian adult woman means reference Indian adult woman means age group is same തന്നെ, നോൺ പ്രഗ്നന്റ് നോൺ ലാക്ടേറ്റിംഗ് ആണ്. അതിനാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. കാരണം പ്രഗ്നന്റ് ലാക്ടേറ്റിംഗ് ആകുമ്പോൾ ന്യൂട്രിയൻ നീഡ്സിൽ വേരിയേഷൻ വരുന്നുണ്ട്. സോ നമുക്ക് അതിന് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നോൺ പ്രഗ്നന്റ് നോൺ ലാക്ടേറ്റിംഗ് എന്ന് എടുത്തു പറയുന്നത്. 18 and 29 years ഓഫ് ഏജ്, നോൺ പ്രഗ്നന്റ് നോൺ ലാക്ടേറ്റിംഗ്, വെയിറ്റ് 55 kg, ഹൈറ്റ് 161 centimeter. അതായത് നമ്മൾ മാൻ പറഞ്ഞപ്പോൾ 60 kg 173 centimeter പറഞ്ഞത്. വുമൺ ആകുമ്പോൾ 55 kg and 161 centimeter, BMI 21.2. In case of Indian reference man, BMI was 20.3. Here it is 21.2 in case of reference woman. ബാക്കി എല്ലാം അതുപോലെ തന്നെ ജനറൽ ഹൗസ് ഹോൾഡ് വർക്കാണ്. മോഡറേറ്റ് ആക്റ്റീവ് വർക്ക് ആണെങ്കിൽ 8 hours, അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് നോട്ട് അറ്റ് വർക്ക് ഷീ സ്പെൻഡ്സ് 8 hours, 4 to 6 hours സിറ്റിംഗ് ആൻഡ് മൂവിംഗ് അബൌട്ട്, 2 hours in walking or active household course. ഫ്രീ ഫ്രം ഡിസീസ് ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. പിന്നെ സെഡൻഡറി വർക്കേഴ്സ്, മോഡറേറ്റ് ഹെവി വർക്കർ, അതിൽ തന്നെ സെഡൻഡറി വർക്കിംഗ് ആയിട്ടുള്ള മെയിൽസ്, ഫീമെയിൽസ്, പ്രഗ്നൻസി, ലാക്ടേഷനിൽ എത്ര, ഇങ്ങനത്തെ കുറച്ച് എമൗണ്ട്സ് ഉണ്ട്. അത് കാണാതെ പഠിക്കാൻ എത്രമാത്രം പറ്റും എന്നറിയില്ല. എപ്പോഴും ചോദിച്ചു കാണുന്നത് പ്രഗ്നൻസി പീരീഡ് നമുക്ക് വേണ്ടുന്ന അഡീഷണൽ കലോറി ആണ്. അത് 350 kcal ആണ് അഡീഷണൽ റിക്വയർമെന്റ്. അതുപോലെ ലാക്ടേഷന്റെ പീരീഡിലാണ് അതിനേക്കാൾ കൂടുതൽ. ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. എല്ലാവരും ഒരു വുമൺ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴായിരിക്കും അവരുടെ ഫുഡിന്റെ കാര്യം കൂടുതലായിട്ട് നോക്കുന്നത്, അല്ലെ? എല്ലാവരും ഇഷ്ടംപോലെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് തരും, അല്ലെങ്കിൽ അവർ ഫുഡ് കഴിക്കുന്നുണ്ടോ നോക്കും, കഴിക്കാൻ നിർബന്ധിക്കും, ഇഷ്ടമില്ലെങ്കിലും കഴിപ്പിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ലാക്ടേഷൻ പീരീഡ് ആകുമ്പോഴാണ് ആക്ച്വലി നമുക്ക് എക്സ്ട്രാ കലോറി, അതിനേക്കാളും പ്രഗ്നൻസി പീരീഡിൽ വേണ്ടുന്നതിനേക്കാളും കൂടുതൽ കലോറീസ് വേണ്ടത് ലാക്ടേഷൻ. ഫസ്റ്റ് 6 months ലാക്ടേഷനിൽ 600 kcal, ഏകദേശം അതിന്റെ പ്രഗ്നൻസി പീരീഡിൽ വേണ്ടതിന്റെ ഇരട്ടി തന്നെ നമുക്ക് ലാക്ടേഷൻ പീരീഡ് വേണം. അത് ആലോചിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ ആരും അതത്ര ബോധറാവാത്തൊരു വിഷയമാണ്. കാരണം കുട്ടിയിലോട്ട് കൂടുതൽ ശ്രദ്ധ പോകുന്നുണ്ട്. സോ 6 to 12 months എന്ന് പറയുമ്പോൾ 520 kcal, 0 to 6 months 600 kcal. ഞാൻ ഇത് പറഞ്ഞത് ഇതൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പം ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ ജസ്റ്റ് തിങ്ക് ചെയ്യുക. പ്രഗ്നൻസിയിൽ 350 kcal വേണ്ട, അതിനേക്കാൾ കൂടിയ എമൗണ്ട് ആണ് ലാക്ടേഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അതും ഫസ്റ്റ് 6 months 600 kcal, 6 to 12 months ആകുമ്പോൾ പിന്നെ അത് കുറച്ചൊന്ന് കുറഞ്ഞു, ചെറിയൊരു കുറവ് 520 kcal വരുന്നുണ്ട്. ഓക്കെ.
സോ കമ്മിങ് ടു പ്രോട്ടീൻസ്, ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ബേസിക് കാര്യങ്ങളാണ്. എന്നാൽ അതിൽ പറഞ്ഞു പോകേണ്ട കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോവാണ്. നമ്മൾ കൊച്ചിലെ തൊട്ടേ EVS പഠിക്കുമ്പോൾ തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ഓർഗാനിക് നൈട്രോജനസ് കോമ്പൗണ്ട്സ്, ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ബിക്കോസ് അതിൽ എന്തൊക്കെയുണ്ട് പ്രോട്ടീൻസിൽ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ് ആൻഡ് അയൺ, ഇത്രയും ചേർന്നതാണ് പ്രോട്ടീൻസ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്, അയൺ. ഓക്കെ. കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 20% ഓഫ് ബോഡി വെയിറ്റ് ഇൻ ആൻ അഡൽട്ട്. ഒരു അഡൽട്ടിന്റെ ബോഡി വെയിറ്റ് പറയുകയാണെങ്കിൽ അവരുടെ ബോഡി വെയിറ്റിന്റെ എത്ര പെർസെന്റേജ് ആയിരിക്കും പ്രോട്ടീൻ? 20% ആയിരിക്കും പ്രോട്ടീൻ ഉള്ളത്. പിന്നെ സോഴ്സസ് എല്ലാവർക്കും അറിയാം, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്, ആനിമൽ ഫുഡ്സ് എല്ലാം ആർ ഗുഡ് സോഴ്സസ് ഓഫ് പ്രോട്ടീൻസ്. പിന്നെ പ്ലാന്റ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ സിറിയൽസ്, പൾസസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, സോയാബീൻ ഒക്കെ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. പിന്നെ കുറച്ച് ഓയിൽസ്, ഫാറ്റ്സ്, ഷുഗർ, ജാഗറി, ഇതിലെല്ലാം പ്രോട്ടീൻസ് ഉണ്ട്. ഫങ്ഷൻസ് ഒക്കെ ജസ്റ്റ് പറഞ്ഞു, ബോഡി ബിൽഡിംഗ് ആണ്. പിന്നെ ബോഡി ടിഷ്യൂസിന്റെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, സിന്തസിസ് ഓഫ് ആന്റിബോഡീസ്, ഹീമോഗ്ലോബിൻ, എൻസൈംസ്, ഹോർമോൺസ്, ഇതിലെല്ലാം പ്രോട്ടീൻസ് ആർ നീഡഡ്. ഡെഫിഷ്യൻസി പറയുകയാണെങ്കിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുമ്പോൾ നമ്മൾ ക്വാഷിയോർക്കർ മരാസ്മസ് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇവിടെ ഫെറ്റീഗ്, സ്കിൻ, ഹെയർ ചേഞ്ചസ്, ഡയറിയ, പിന്നെ ഒരു ജനറൽ ആയിട്ട് ഡെഫിഷ്യൻസി ആണ് ഈ പറയുന്നത്. കാച്ചക്സിയ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയുടെ ഒരു കണ്ടീഷനാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡിപ്ലീഷൻ ഓഫ് സ്കെൽട്ടൽ മസിൽ ആൻഡ് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് പ്രോട്ടീൻ degradation and result in weight loss. So cachexia due to the protein deficiency. പിന്നെ അതിൽ പറയാവുന്ന കാര്യം അറിയാലോ, പ്രോട്ടീൻസ് ആർ മേഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ്, ദാറ്റ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ്. 24 അമിനോ ആസിഡ്സ് ഉണ്ട് നമ്മുടെ ബോഡിക്ക് വേണ്ടത്. അതിൽ 9 ആർ എസെൻഷ്യൽ. Essential means they cannot synthesize them in amounts corresponding to its needs. So we must need these essential amino acids from our dietary proteins. അതിന്റെ എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ വരുന്നതാണ് 8 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ലൂസിൻ, ഐസോലൂസിൻ, ലൈസിൻ, മെത്തിയോണൈൻ, ത്രിയോണൈൻ, ഫീനൈലാലനിൻ, വാലൈൻ, ട്രിപ്റ്റോഫാൻ. സെമി എസെൻഷ്യൽ ആണ് അർജിനിൻ ആൻഡ് ഹിസ്റ്റിഡിൻ. ഇതിനൊക്കെ ഒരു കോഡോ ഒരു ന്യൂമോണിക് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബയോകെമിസ്ട്രി തൊട്ടേ പഠിക്കുന്നതാണ്. പല പല ന്യൂമോണിക്സ് ഉണ്ടാവും, ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്താണോ എന്ത് ന്യൂമോണിക് ആണോ പഠിച്ചത്, ഒരു AV ഹിൽ MPTT എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, അത് വെച്ചത് ചെയ്യാട്ടോ. അപ്പൊ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് സിന്തസൈസ് ചെയ്യാൻ പറ്റും. ദറ്റ് ഈസ് അസ്പർഗിനിക് ആസിഡ്, ഗ്ലൂട്ടമിക് ആസിഡ്, പ്രൊലൈൻ, സെറൈൻ, ലൈക്ക് ദാറ്റ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. പിന്നെ നമ്മൾ പറയുമ്പോൾ വേറെ നമ്മള് CM പറയുന്ന സംഭവമാണ് ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ ആൻഡ് ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ. സോ ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം ഉള്ളത്. പ്രോട്ടീൻ ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആർ കോൾഡ് ബയോളജിക്കലി കംപ്ലീറ്റ്. നമ്മൾ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്ന മിൽക്ക് പ്രോട്ടീനും എഗ് പ്രോട്ടീനും ആണ് ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ദേ ലാക്ക് 1 or more essential amino acids that are known as biologically incomplete. Example, rice, wheat, pulse. ഇപ്പൊ പൾസസ് ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ. മിൽക്കും എഗ്ഗും ആണ് ബയോളജിക്കലി കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ പിന്നെ CM നമ്മൾ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെഡിങ് ആണ് സപ്ലിമെന്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻ. ഈ പോർഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ചോറും പരിപ്പും കൂടി കഴിക്കുന്നത് അല്ലെ, ചോറും ഡാൽക്കറിയും കൂടി കഴിക്കാന്ന് പറഞ്ഞാൽ, അതായത് നമ്മളെ സിറിയൽസ്, റൈസ്, വീറ്റ്, മെയ്സ് എല്ലാം ദേ ആർ ഡെഫിഷ്യന്റ് ഇൻ ലൈസിൻ ആൻഡ് ത്രിയോണൈൻ. ഈ രണ്ട് അമിനോ ആസിഡ്സിൽ ഡെഫിഷ്യന്റ് ആണ്. ദേ ആർ ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് ബട്ട് ദേ ആർ റിച്ച് ഇൻ മെത്തിയോണൈൻ. അപ്പൊ നമ്മളിപ്പോ ഒരു റൈസ് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ പൾസസ്, പയറ് കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, ഫോർ എ സപ്ലിമെന്ററി ആക്ഷൻ ഓഫ് ദ പ്രോട്ടീൻ. അപ്പം cereals are deficient in lysine and threonine. So we consume pulses along with that because pulses are rich in these lysine and threonine. Thus we can make the food biologically complete. We can make the diet biologically complete. So പക്ഷേ cereals rich in methionine, pulses are deficient in methionine. അപ്പം cerealsന്റെ ഡെഫിഷ്യൻസി പൾസസിൽ റിച്ച് ആയിട്ടുണ്ട്, സിറിയൽസിൽ റിച്ച് ആയിട്ടുള്ളത് പൾസസിൽ ഡെഫിഷ്യന്റ് ആയിട്ടുണ്ട്. സോ ദേ ക്യാൻ സപ്ലിമെന്റ് ദെയർ ആക്ഷൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ മിക്സഡ് ഡയറ്റ്, റൈസ് പ്ലസ് ഡാൽ, ചപ്പാത്തി പ്ലസ് ഡാൽ, ദോശ പ്ലസ് സാമ്പാർ, ഇതൊക്കെ നമ്മൾ ബയോളജിക്കലി കംപ്ലീറ്റ് ഡയറ്റ്, മിക്സഡ് ഡയറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലാക്ക് ഓഫ് ഒരു ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് ആവുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത്. കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി മിക്സഡ് ഡയറ്റ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ,
So then other important portion is assessment of nutritive value of protein. നമുക്ക് ഈ പ്രോട്ടീന്റെ ന്യൂട്രിറ്റീവ് വാല്യൂ അസസ് ചെയ്യാൻ കുറെ ടേംസ് പറയുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷനും ബയോളജിക്കൽ വാല്യൂ ആയിരിക്കും. പിന്നെ വേറെ കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ ഒന്നാണ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഓഫ് ഇൻജസ്റ്റഡ് നൈട്രോജൻ അബ്സോർബ്ഡ് ഇൻ അവർ ബോഡി. അതായത് നമ്മൾ എത്ര നൈട്രജൻ നമ്മുടെ ബോഡിയിൽ കിട്ടുന്നോ, പ്രോട്ടീന്റെ ഭാഗമായിട്ട് എത്ര നൈട്രജൻ നമ്മുടെ ബോഡിയിൽ ഇൻജസ്റ്റ് ആവുന്നോ, ആ ഇൻജസ്റ്റ് ആയതെല്ലാം അബ്സോർബ് ആവണമെന്നില്ല അല്ലെ. അപ്പൊ അതിൽ എത്ര ഔട്ട് ഓഫ് ഇത്ര ഡൈജസ്റ്റ് ആയി, അതിൽ എത്ര അബ്സോർബ്ഡ് ആയി, അതിന്റെ പെർസെന്റേജ് ആണ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ആ അബ്സോർബ് ആയതിൽ തന്നെ എത്ര റീറ്റെയിൻ ആയിട്ടുണ്ട് ബോഡിയിൽ. പെർസെന്റേജ് ഓഫ് അബ്സോർബ്ഡ് നൈട്രജൻ റീറ്റെയിൻഡ് ഇൻ ദ ബോഡി ഈസ് ബയോളജിക്കൽ വാല്യൂ. ഇപ്പൊ നൈട്രജൻ റീറ്റെയിൻഡ് ബൈ നൈട്രജൻ അബ്സോർബ്ഡ് ഇൻറ്റു 100 ആണ് ബയോളജിക്കൽ വാല്യൂ. നൈട്രജൻ അബ്സോർബ്ഡ് ബൈ നൈട്രജൻ ഇൻജസ്റ്റഡ് ഇൻറ്റു 100 ആണ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ്. കമ്മിങ് ടു ദ ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ദാറ്റ് ഈസ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ, NPU. NPU ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. NPU ഓഫ് ഏതെങ്കിലുമൊക്കെ സാധനം, ഐ മീൻസ് ഫുഡ് ഐറ്റം, NPU ഓഫ് എഗ്, NPU ഓഫ് സോയാബീൻ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ ഫോളോയിങ് ഓൾ ആർ കറക്റ്റ് അബൌട്ട് NPU എക്സെപ്റ്റ് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. സോ നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻജസ്റ്റഡ് പ്രോട്ടീൻസ് ദാറ്റ് ഈസ് റീറ്റെയിൻ ഇൻ ദ ബോഡി അണ്ടർ ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ടിഷ്യൂ. അതായത് നമ്മൾ MPUലാണ് കുറച്ചുകൂടി കംപ്ലീറ്റ്ലി പ്രോട്ടീൻ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്ത് വന്നത്, കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് അത് പറയുന്നുണ്ട്. റീറ്റെയിൻ ചെയ്യുന്ന പ്രോട്ടീൻസ്, ഇൻജസ്റ്റഡ് പ്രോട്ടീൻസിൽ എത്ര പ്രൊപ്പോർഷൻ റീറ്റെയിൻ ആവുന്നുണ്ട് ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ടിഷ്യൂ. നമ്മുടെ നീഡിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ ആവശ്യമായ എത്ര റീറ്റെയിൻ ആവുന്നുള്ളത്, അതാണ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഫോർ പ്രോട്ടീൻ ക്വാളിറ്റി ഫോർ റിക്കമെൻഡിങ് ദ ഡയറ്ററി പ്രോട്ടീൻ റിക്വയർമെന്റ്. അപ്പൊ NPU വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരാൾക്ക് എത്ര ഓരോ ഫുഡിന്റെ NPU വെച്ചിട്ട് അവർക്ക് എത്ര ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറയാം. പറ്റും. സോ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് പ്രോട്ടീൻ ക്വാളിറ്റി ദാൻ ബയോളജിക്കൽ വാല്യൂ. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. NPU is higher. NPU has higher value than, I mean, higher grade than biological value. NPU is more considered than biological value. Okay. പ്രോട്ടീൻസിന്റെ ഫങ്ഷൻസ് ആണ് ബോഡി ബിൽഡിംഗ്, ഗ്രോത്ത്. നേരത്തെ കുറച്ച് ചെറുതായിട്ട് പറഞ്ഞിരുന്നു. സിന്തസിസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ, ഹീമോഗ്ലോബിൻ, എൻസൈംസ്, കൊളാജൻ, ആക്ടിൻ, മയോസിൻ, ഇതൊക്കെ പ്രോട്ടീൻ ആണ്. പിന്നെ ട്രാൻസ്പോർട്ട് കാരിയേഴ്സ് ലൈക്ക് അയൺ, ഹീമോഗ്ലോബിൻ, ലിപ്പിഡ്സ്, ആന്റിബോഡീസ് ആർ ഓൾസോ പ്രോട്ടീൻസ്. ആൽബുമിൻ ഒരു പ്രോട്ടീൻ ആണ്. ഇറ്റ് ആക്ട് ആസ് എ ബഫർ ഇൻ മെയിൻ്റനൻസ് ഓഫ് ബ്ലഡ് pH, സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ NPUന്റെ ഫോർമുല വരുമ്പോൾ നൈട്രജൻ റീറ്റെയിൻഡ് ബൈ നൈട്രജൻ പ്രസന്റ് ഇൻ ഫുഡ്. ഫുഡിൽ എത്രയുണ്ട്, അതിൽ എത്ര റീറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ബയോളജിക്കൽ വാല്യൂൽ അബ്സോർബ് ചെയ്യുന്നതിൽ നിന്ന് എത്ര റീറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. NPUൽ വരുമ്പം നമ്മൾ കഴിക്കുന്ന എഗ്ഗിൽ എത്ര നൈട്രജൻ ഉണ്ട്, നമ്മളിൽ എത്ര അത് റീറ്റെയിൻ ആവും, അതാണ് NPU എന്ന് പറയുന്നത്. താങ്ക് യു. പക്ഷെ നമ്മൾ എടുത്ത ഫുഡിന്റെ ഇതിന്ന് എത്ര നൈട്രജൻ അബ്സോർബ്ഡ് ആവുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ്. റീറ്റെയിൻ ആവുന്ന എത്ര എന്നുള്ളത് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ. അബ്സോർബ് ചെയ്തതിൽ നിന്ന് എത്ര റീറ്റെയിൻ ആവുന്നുള്ളത് ദാറ്റ് ഈസ് ബയോളജിക്കൽ വാല്യൂ. അമിനോ ആസിഡ് സ്കോർ. അമിനോ ആസിഡ് സ്കോർ എന്ന് പറയുമ്പോൾ പെർസെന്റേജ് ഓഫ് ലിമിറ്റിംഗ് അമിനോ ആസിഡ് പ്രസന്റ് ഇൻ ദ ഫുഡ് കമ്പയർഡ് ടു റെഫറൻസ് പ്രോട്ടീൻ. അതായത് ഒരു റെഫറൻസ് പ്രോട്ടീനിൽ എത്ര അമിനോ ആസിഡ് ഉണ്ട്, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട പ്രോട്ടീനിൽ അതിൽ ലിമിറ്റിംഗ് അമിനോ ആസിഡ് എത്ര പെർസെന്റേജ്, അതാണ് അമിനോ ആസിഡ് സ്കോർ എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിൽ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്, ദാറ്റ് ഈസ് അമിനോ ആസിഡ് സ്കോർ. സോ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഹൗ റെഡിലി ദ ബ്രോക്കൺ ഡൗൺ പ്രോട്ടീൻ ഫ്രം ദ ഫുഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നൈട്രജൻ അബ്സോർബ് ചെയ്തതിൽ നിന്ന് എത്ര നൈട്രജൻ റീറ്റെയിൻ ആയി എന്നുള്ളതാണ്. അതായത് മെഷർ ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് അബ്സോർബ്ഡ് പ്രോട്ടീൻ ഫ്രം എ ഫുഡ് വിച്ച് ബിക്കംസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ പ്രോട്ടീൻ ഓഫ് ദ ഓർഗാനിസം ഓഫ് ബോഡി. അബ്സോർബ് ചെയ്തതിൽ നിന്ന് എത്ര ആ ഓർഗാനിസത്തിന്റെ ബോഡിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ് ബയോളജിക്കൽ വാല്യൂ. അപ്പം എഗ്ഗിന് ആണ് ബയോളജിക്കൽ വാല്യൂ, എഗ്ഗിന് 94 ആണ്, ഹൈ വാല്യൂ ആണ് കേട്ടോ. പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ. പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുമ്പോൾ
വെയിറ്റ് ഗെയിൻഡ് ബൈ പ്രോട്ടീൻ കൺസ്യൂംഡ്. അതായത് ഡിഫൈൻഡ് ആസ് ദ വെയിറ്റ് ഗെയിൻ പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് പ്രോട്ടീൻ ഈറ്റ്. എത്ര പ്രോട്ടീൻ കഴിച്ചു അതനുസരിച്ചുള്ള വെയിറ്റ് ഗെയിൻ ചെയ്തോ എന്നുള്ളത് അറിയാനാണ്. അതിന്റെ ഒരു റേഷ്യോ ആണ് നോക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഡയറ്ററി ഇൻടേക്ക് ആൻഡ് വെയിറ്റ് ഗെയിൻ. അപ്പൊ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഡയറ്ററി ഇൻടേക്ക് ആൻഡ് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ ആണ്. ഒരാൾ ഒരു എത്ര പ്രോട്ടീൻ കൺസ്യൂം ചെയ്തു എന്നിട്ട് എത്ര വെയിറ്റ് ഗെയിൻ ചെയ്തു അതിന്റെ റേഷ്യോ ആണ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ. അതുപോലെ NPU ക്യാൻ ബി റേഞ്ച് ഫ്രം 0 to 1 or 100 അല്ലെങ്കിൽ വിത്ത് എ വാല്യൂ ഓഫ് 1. NPU 1 എന്ന് പറഞ്ഞാൽ 100% അത് യൂട്ടിലൈസ്ഡ് ആയി എന്നുള്ളതാണ്. So it is a better nutritional index than biological value, and it is used to determine nutritional efficiency of protein in the diet. So these are the important food items and limiting amino acids. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇപ്പൊ സിറിയൽസിലുള്ള ലിമിറ്റിംഗ് അമിനോ ആസിഡ്സ് ആണ് ത്രിയോണൈൻ ആൻഡ് ലൈസിൻ. പൾസസിൽ മെത്തിയോണൈൻ ആൻഡ് സിസ്റ്റിൻ ആണ് ലിമിറ്റിംഗ് അമിനോ ആസിഡ്. മെയ്സിൽ ട്രിപ്റ്റോഫാൻ ആൻഡ് ലൈസിൻ. ഓക്കെ, സോ എഗിന്റെ NPU എന്ന് പറഞ്ഞാൽ എഗിലെ എല്ലാ പ്രോട്ടീൻസ് ഓൾ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കണ്ടെയ്ൻസ് ഇൻ റൈറ്റ് പ്രൊപ്പോർഷൻ. സോ എഗിന്റെ NPU 96 ആണ്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് റെഫറൻസ് പ്രോട്ടീൻ. നമ്മൾ കമ്പാരിസണിന് വേണ്ടി NPU ഓഫ് എഗ് 100 ആയിട്ടാണ് എടുക്കുന്നത്. റെഫറൻസ് പ്രോട്ടീൻ ആയിട്ടാണ് എഗിനെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. എഗ് ഈസ് എ റെഫറൻസ് പ്രോട്ടീൻ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ഓൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ദെൻ കമ്മിങ് ടു ഫാറ്റ്. ഫാറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. പ്രോട്ടീന്റെ കോമ്പോസിഷൻ നമ്മൾ പറഞ്ഞു. ഇവിടെ ഇത് 3 മാത്രമേ ഉള്ളൂ. ഫാറ്റിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് എനർജി ആണ്. നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: സിമ്പിൾ ലിപ്പിഡ്സ്, കോമ്പൗണ്ട് ലിപ്പിഡ്സ്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ഈ ഡിറൈവ്ഡ് ലിപ്പിഡ് ആണ് കൊളസ്ട്രോൾ. സിമ്പിൾ ലിപ്പിഡ് ട്രൈഗ്ലിസറൈഡ്, കോമ്പൗണ്ട് ലിപ്പിഡ് ആണ് ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയും. സോ ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ they are solid at 20 degrees Celsius and called, if they are liquid at 20 degrees Celsius then it is called oil. നമ്മളിപ്പോ കാണുന്ന ഓയിൽ ഒരു 20 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് ആയിട്ടുള്ളതിനെ ആണ് നമ്മൾ ഓയിൽ എന്ന് പറയുന്നത്. യൂഷ്വലി ഫാറ്റ്സ് ആർ സോൾഡ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പൊ സോഴ്സസ് അറിയാലോ: ആനിമൽ ഫാറ്റ്സ്, ഗീ, ബട്ടർ മിൽക്ക്, ചീസ്, എഗ്സ്, ഫാറ്റ് ഓഫ് മീറ്റ് ആൻഡ് ഫിഷ് ഒക്കെ. വെജിറ്റബിൾ ഫാറ്റ്സ് ഗ്രൗണ്ട് നട്ട് ഓയിൽ, മസ്റ്റാർഡ്സ്, കോക്കനട്ട് ഓയിൽ, ഇതൊക്കെ വെജിറ്റബിൾ ഫാറ്റ്സ് ആണ്. സോ ഇവിടെ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ ദേ ആർ സെർവേഴ്സ് വർക്കേഴ്സ് ഫോർ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. അതുപോലെ നമ്മള് വിസറൽ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഫാറ്റ് ബിനീത് ദ സ്കിൻ പ്രൊവൈഡ്സ് ഇൻസുലേഷൻ അഗൻസ്റ്റ് കോൾഡ്. അതുപോലെ 9 കിലോ കലോറി നമ്മൾ പറഞ്ഞു. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ആണെങ്കിൽ പെർ ഗ്രാം 4 കിലോ കലോറി എനർജി ഈൽഡേ ഉള്ളൂ. അതിനേക്കാളും ഹൈ എനർജി ഈൽഡ് തരുന്ന ആരാണ്? ഫാറ്റ് ആണ്. 9 കിലോ കലോറി ഫോർ എവറി ഗ്രാം. അപ്പൊ ഡെഫിഷ്യൻസിയിൽ നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഉണ്ട്, ADEK. അപ്പൊ വെനെവർ ഫാറ്റ് ഈസ് ഡെഫിഷ്യന്റ് നമുക്ക് ആ ഒരു വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഫീൽ ചെയ്യും. ബിക്കോസ് ബോഡി cannot absorb these nutrients without fat. സോ അതുപോലെ ന്റെ ഡെഫിഷ്യൻസി. സോ നമുക്ക് ലിപ്പിഡ്സിനെ അതിന്റെ we can classify these fats or lipids on the basis of fatty acid present. നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള ടേംസ് ആയിരിക്കും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അൺസാച്ചുറേറ്റഡ്, മോണോ, പോളി ഒക്കെ. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കണം. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഈച്ച് കാർബൺ ആറ്റം ഇൻ ദ ഫാറ്റി ആസിഡ് ക്യാരീസ് ഓൾ ദ ഹൈഡ്രജൻ ആറ്റംസ് പോസിബിൾ. സിംഗിൾ ബോൺസ് ആണ് കാർബൺ ആറ്റംസിന്റെ ഇടയ്ക്ക്. മെയിൻലി അനിമൽ ഫാറ്റ്സിലാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. പ്ലാന്റ്സിലും ഉണ്ട്, പക്ഷെ മെയിൻലി അനിമൽ ഫാറ്റ്സിലാണ്. കോക്കനട്ട്, പാം ഓയിൽ ഒക്കെ വെജിറ്റബിൾ ഓയിൽസ് ആണ്. ഹൈ പെർസെന്റേജ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അതിലുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അനിമൽ ഫാറ്റ്സിലാണ് അത് പറയുന്നത്. ദെൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഡബിൾ ബോണ്ട് ആണ് ഹൈഡ്രജൻ ആറ്റംസിനിടയ്ക്കുള്ളത്. ഡബിൾ ബോണ്ട്സ് ബിറ്റ്വീൻ ദ കാർബൺ ആറ്റംസ്. സോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനെയാണ് ഡിവൈഡ് ചെയ്ത് പിന്നെയും പ്യുഫ, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് പറയുമ്പോൾ ഒലീക് ആസിഡ്, ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മോണോ
അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഗ്രൗണ്ട് നട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, കോൺ ഓയിൽ, ഇതെല്ലാം വെജിറ്റബിൾ ഓയിൽസ് എല്ലാം തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ വരുന്നതാണ്. ഒരു എക്സെപ്ഷൻ ആയിട്ട് പറയുന്ന ഫിഷ് ഓയിൽസിൽ മോണോ അൺസാച്ചുറേറ്റഡും ഉണ്ട്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ഉണ്ട്. സോ ദീസ് ഹാവ് one or more double bonds between the carbon atoms. Then polyunsaturated എന്ന് പറയുമ്പോൾ 2 or more double bonds between the carbon atoms കാണും. അതാണ് പോളി അൺസാച്ചുറേറ്റഡ്. അതിൽ വരുന്നതാണ് ലിനോലിക് ആസിഡ്, ലിനോലെനിക് ആസിഡ്, അരക്കിഡോണിക് ആസിഡ്. ഇതൊക്കെ ഒലീക് ആസിഡ് മാത്രമാണ് മോണോ അൺസാച്ചുറേറ്റഡ് ആസിഡ്. ബാക്കി ലിനോലെനിക്, അരക്കിഡോണിക് ഒക്കെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. സോ അത് തന്നെയാണ് നമ്മൾ omega-3, omega-6 അതിൽ തന്നെ വരുന്നതാണ് omega-3, omega-6 എന്നൊക്കെ നമ്മൾ പറയുന്നത്. omega-3 ഫിഷ് ഓയിൽസിലൊക്കെ ഉള്ളതാണ് omega-3. then omega-3 ഫാറ്റി ആസിഡിന്റെ അണ്ടറിൽ വരുന്നതാണ് DHA, that is docosahexaenoic acid, that is fish oils. then eicosapentaenoic acid, അത് ആൽഗെ ഫിഷ് ഓയിൽസ് ആണ്. then alpha linolenic acid, linseed, സോയാബീൻ, ലീഫി വെജിറ്റബിൾ, റാപ്സീഡിലൊക്കെ ഉള്ളതാണ് ആൽഫ ലിനോലിക് ആസിഡ്. ഇതൊക്കെ omega-3 ഫാറ്റി ആസിഡ്സിന്റെ കോമൺ ആയിട്ടുള്ള സോഴ്സസ് ആണ്. സോ omega-3 ഫാറ്റി ആസിഡ്സിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇപ്പൊ അതിനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എവിടെയെങ്കിലും ഒരു സെന്റൻസ് എങ്കിലും വരാം. omega-3 ഫാറ്റി ആസിഡ്സ് വളരെ നമുക്ക് ബോഡിക്ക് അത്യാവശ്യമായിട്ടൊരു സംഭവമാണ്. ബിക്കോസ് ഇറ്റ് ഹാസ് എ വെരി പ്രിവെന്റീവ് ആൻഡ് തെറാപ്യൂട്ടിക് എഫക്ട്. ദാറ്റ് ഈസ് ഇറ്റ് റെഡ്യൂസസ് പ്ലേറ്റ്ലെറ്റ് ക്ലോട്ടിങ്ങിനെ റെഡ്യൂസ് ചെയ്യും, ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ റെഡ്യൂസ് ചെയ്യും. സോ it has a preventive effect in coronary artery disease. It can prevent atherosclerosis. Okay. Then hypertension, it can lower high BP. Then it can lower high blood lipid levels. It can increase HDL, but it can lower triglycerides and total cholesterol. Also, omega-3 fatty acids can reduce inflammation. So it can reduce the frequency and severity of asthma, bronchial asthma. And in case of diabetes also, it can improve the overall metabolism. It can lower the triglycerides and reduce leakage of proteins from small vessels. So diabetes ഒരു മെറ്റബോളിക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും omega-3 ഫാറ്റി ആസിഡിന്റെ കൺസംഷൻ. പിന്നെ ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സിൽ ഒരു പെയിൻ, ഇൻഫ്ലമേഷൻ, ജോയിന്റ് സ്റ്റിഫ്നെസ്, RI ലൈക്ക് ദാറ്റ്, അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും omega-3 ഫാറ്റി ആസിഡ്സിന് പറ്റും. ട്രാൻസ് ഫാറ്റി ആസിഡ്സ്. ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളിപ്പോ റിപ്പീറ്റഡ് ആയിട്ട് ഓയിൽ ഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ആണ്. They are produced during partial hydrogenation of PUFA, that is polyunsaturated fatty acids. നമ്മൾ when heating same oil repeatedly, അപ്പോൾ എന്താവും, it can produce trans fatty acids. So trans fatty acidന്റെ ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ it elevates LDL and it reduces HDL. Okay, it affects the lipoprotein status by elevating LDL and depressing HDL. പറഞ്ഞു. സോ ഈ RDA, ഫാറ്റിന്റെ RDA എന്ന് പറഞ്ഞാൽ 20 gram ആണ്. വിസിബിൾ ഫാറ്റ് 20 gram ആണ് നമ്മൾ അഡൽറ്റില് RDA പറയുന്നത് കേട്ടോ. പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ്, പ്രഗ്നന്റ് വുമണിന് 30 ഗ്രാമും ലാക്ടേറ്റിംഗ് വുമണിന് 45 ഗ്രാമും ആണ്. എനിവേ നമ്മൾ ടോട്ടൽ കലോറീസിന്റെ 20 to 30% എക്സീഡ് ചെയ്യാൻ പാടില്ല. ഫാറ്റ് കണ്ടന്റ് ഓഫ് ഡയറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 20 to 30% ഓഫ് ദ ടോട്ടൽ കലോറീസ് കൺസ്യൂംഡ്. അതുപോലെ പ്യുഫ ആണെങ്കിലും 8 to 10% ഓഫ് എനർജി ഇൻടേക്ക് ആവാൻ പാടുള്ളൂ. ബാക്കി 8 to 10% നമ്മൾ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. സാച്ചുറേറ്റഡ് ആണ് അനിമൽ ഫാറ്റ്സ് എല്ലാം സാച്ചുറേറ്റഡ് ആണ് കേട്ടോ. മീറ്റ്, ബട്ടർ, ഡയറി പ്രൊഡക്ട്സ് എല്ലാം സാച്ചുറേറ്റഡ് ആണ്. പ്ലാന്റ് ഓയിൽസ് ആണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് ആയിട്ട് പറയുന്നത്. വെജിറ്റബിൾ ഓയിൽ, കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ, ഒലിവ് ഓയിൽ, ഇതെല്ലാം അൺസാച്ചുറേറ്റഡ് ആണ്. So polyunsaturated fat tends to lower blood cholesterol, mainly found in sunflower oil, soybean, cottonseed oil, like a polyunsaturated fat. Monounsaturated fat can be seen in both plant and animal products. It can lower bad cholesterol, that is, can lower LDL cholesterol, and it is found in olive oil, peanut oil, and avocado oil, like that. ഇനി ഈ omega-3 ആണ് നമ്മൾ ലിനോലെനിക് ആസിഡ് എന്ന് പറയുന്നത്. omega-6 ആണ് ലിനോലിക് ആസിഡ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇത് രണ്ടും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൽ വരുന്നതാണ്. omega-3 that is alpha linolenic acid and omega-6 ലിനോലിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ.
Then fat in the sources, milk and milk products. Animal fats are animal fats are poor sources of essential fatty acids, except for certain marine fish. Cod liver oil, sardine oil like essential fatty acids, and otherwise it is poor sources of essential fatty acids. And animal sources are good sources of retinol and cholecalciferol. വെജിറ്റബിൾ സോഴ്സസ് നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് നട്ട് ഓയിൽ, മസ്റ്റാർഡ്, കോട്ടൺ സീഡ്, എഡിബിൾ ഓയിൽസ് അല്ല, സൺഫ്ലവർ ഓയിൽ എല്ലാം റിച്ച് ഇൻ ഫാറ്റ്. വെജിറ്റബിൾ ഓയിൽസ് വിത്ത് എക്സെപ്ഷൻ ഓഫ് കോക്കനട്ട് ഓയിൽ ആർ ഓൾ റിച്ച് സോഴ്സ് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. എക്സെപ്റ്റ് കോക്കനട്ട് ഓയിൽ ബാക്കി എല്ലാ വെജിറ്റബിൾ ഓയിൽസും എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിന്റെ സോഴ്സ് ആണ്. ആനിമൽ ഫാറ്റ്സ് പുവർ സോഴ്സസ് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ്, എക്സെപ്റ്റ് കോഡ് ലിവർ ഓയിൽ ആൻഡ് സാർഡൈൻ ഓയിൽ. അതുപോലെ റെറ്റിനോൾ ആൻഡ് കൊളേകാൽസിഫെറോൾ വെജിറ്റബിൾ സോഴ്സിൽ ഇല്ല, ബട്ട് ഇൻ ആനിമൽ സോഴ്സ് they are good sources of retinol and cholecalciferol. Another term is visible and invisible fat. You know that visible fat means നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ മിൽക്കിൽ നിന്നുള്ള ഗീ, കുക്കിംഗ് ഓയിൽസ് ഫ്രം സീഡ്സ്, നട്ട്സ്, ഇതെല്ലാം they can be separated from their natural sources. It is easy to estimate their intake in daily diet. നമ്മളിപ്പോ എത്ര കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യുന്നു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പൊ അതാണ് വിസിബിൾ ഫാറ്റ്. ഇൻവിസിബിൾ ഫാറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ആർ നോട്ട് വിസിബിൾ ടു അവർ നേക്ഡ് ഐസ്, പക്ഷെ നമ്മുടെ എല്ലാ ഫുഡിലും കാണും. ദേ ആർ പ്രസന്റ് ഇൻ ആൾമോസ്റ്റ് എവറി ഫുഡ്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിലും അതിന്റെ ഒരു പാർട്ട് കാണും. സിറിയൽസ്, പൾസസ്, നട്ട്സ്, മിൽക്ക്, എഗ്ഗിലൊക്കെ എത്ര ഫാറ്റ് ഉണ്ടെന്ന് നമുക്ക് വിസിബിൾ അല്ലല്ലോ. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് ദെയർ ഇൻടേക്ക്. ആൻഡ് ദ മേജർ കോൺട്രിബ്യൂഷൻ ടു ടോട്ടൽ ഇൻടേക്ക് എന്ന് പറയുന്നത് ഇൻവിസിബിൾ സോഴ്സ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് വിസിബിൾ ഫാറ്റ് നമുക്കിപ്പം എണ്ണ മനഃപൂർവ്വം ശ്രദ്ധിച്ച് കുറച്ച് യൂസ് ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ പോലെ സിറിയൽസ്, പൾസസ്, അതർ സോഴ്സസിൽ നിന്നുള്ള ഇൻവിസിബിൾ ഫാറ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്, നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ് പറഞ്ഞ പോലെ തന്നെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ദോസ് കനോട്ട് ബി സിന്തസൈസ്ഡ് കംപ്ലീറ്റ്ലി ഇൻ ഹ്യൂമൻ ബോഡി. ദേ ക്യാൻ ഓൺലി ടേക്കൺ ഫ്രം ഡയറ്റ്, സപ്ലിമെന്റഡ് ഫ്രം ദ ഫുഡ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ലിനോലിക് ആസിഡ് ആണ്. ദാറ്റ് ഈസ് omega-6. മോസ്റ്റ് ഇമ്പോർട്ടന്റ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഈസ് ലിനോലിക് ആസിഡ്. അതുപോലെ എസെൻഷ്യൽ ഫാറ്റി ആസിഡിന്റെ ഡെഫിഷ്യൻസി ലീഡ് ടു പ്രീനോഡെർമ, ടോട്ട് സ്കിൻ. പ്രീനോഡെർമ എന്ന് പറയുമ്പോൾ റഫ് റാഷ് ലൈക്ക് ഇറപ്ഷൻസ് ആയിരിക്കും. റാഷ് ലൈക്ക് ഇറപ്ഷൻസ് ബാക്ക് ആൻഡ് സൈഡ് ഓഫ് ആംസ്, ലെഗ്സ്, ബാക്സ്, ബട്ടക്സ്, ആ ഒരു കണ്ടീഷനാണ് ടോട്ട് സ്കിൻ ഓർ പ്രീനോഡെർമ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡെഫിഷ്യൻസി ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. So like this, rough rash-like eruptions ഉണ്ടാവും. This is frenoderma. പിന്നെ ഡയറ്ററി സോഴ്സ് പറയുമ്പോൾ ഏറ്റവും ദ മോസ്റ്റ് കോമൺ ഡയറ്ററി സോഴ്സ് ഓഫ് ലിനോലിക് ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? ഇതിൽ 73% ഉള്ളത് സാഫ്ലവർ ഓയിൽ ആണ്. നോട്ട് സൺഫ്ലവർ, സാഫ്ലവർ ഓയിൽ. സാഫ്ലവർ ഓയിൽ ആണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കുറെ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. മോസ്റ്റ് കോമൺ സോഴ്സ് ഓർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ലിനോലിക് ആസിഡ്. ലിനോലിക് ആസിഡ് ഈസ് ഹൈയസ്റ്റ് ഇൻ linoleic acid is mostly found in safflower oil. Okay. Coming to carbohydrates. Carbohydrates അറിയാം ചീഫ് സോഴ്സസ് ഓഫ് എനർജി ആണ്. എത്രയാണ് അതിന്റെ കാലറി നമുക്ക് തരുന്ന? 4 കിലോ കാലറി പെർ ഗ്രാം ആണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. Then building blocks എന്ന് പറയുമ്പോൾ simple sugars called monosaccharide. Monosaccharides are the simplest form of carbohydrates. Glucose, fructose, galactose ഒക്കെ monosaccharide ആണ്. Disaccharide എന്ന് പറയുമ്പോൾ 2 units of monosaccharide. Sucrose, lactose, maltose ഒക്കെ disaccharide ആണ്. Polysaccharides are complex sugars. Numerous units of monosaccharide molecules എന്നാണ് polysaccharide. ഇപ്പൊ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് അത് മൂന്നും മോണോസാക്രൈഡ് ആണ്. സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് ഡൈസാക്രൈഡ് ആണ്. പോളിസാക്രൈഡിൽ വരുന്ന ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, പെക്റ്റിൻസ് ഇതെല്ലാം പോളിസാക്രൈഡ് ആണ്. സോ തേർഡ് മേജർ ഫുഡ് കമ്പോണന്റ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഒരു മെയിൻ എനർജി സോഴ്സ് ആണ് വിച്ച് പ്രൊവൈഡ് ഗ്ലൂക്കോസ് ആൻഡ് സെല്ലോസ്. 3 മെയിൻ ടൈപ്സ് ആയിട്ടാണ് സ്റ്റാർച്ച്, ഷുഗർ, സെല്ലുലോസ്. ഇങ്ങനെ 3 മെയിൻ ടൈപ്സ് ആണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത്. കോമൺ സോഴ്സസ് സിറിയൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബ്രെഡ്, മിൽക്ക്. cereals, fruits, vegetables, bread and milk. Functions നമ്മൾ പറഞ്ഞു 4 കിലോ കലോറി ഒരു ഗുഡ് എനർജി സോഴ്സ് ആണ്. 4 കിലോ കലോറി പെർ 1 ഗ്രാം പ്രൊവൈഡ് ചെയ്യും. ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ്സിന് ഹെൽപ്പ് ചെയ്യും. സിന്തസിസ് ഓഫ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. സോ കാർബോഹൈഡ്രേറ്റ്സ് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ഓഫ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഡെഫിഷ്യൻസിയിൽ ഹൈപ്പോഗ്ലൈസീമിയ, കൺഫ്യൂഷൻ, ട്രമർ, ഗിഡിനസ്, ഫെറ്റിക്, ഡെലിറിയം, മസിൽസ് അട്രോഫി.
റെഡ്യൂസ്ഡ് സ്റ്റാമിന, അസിഡോസിസ്, കീറ്റോസിസ് ഇതൊക്കെ വരും. പിന്നെ നമ്മൾ അതർ പോർഷൻ നമ്മൾ പറയേണ്ടത് ഡയറ്ററി ഫൈബർ. ഡയറ്ററി ഫൈബർ ഒരു ഇമ്പോർട്ടന്റ് പോർഷനാണ്. ഡയറ്ററി ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നോൺ സ്റ്റാർച്ച് പോളിസാക്രൈഡ് ആണ് ആൻഡ് ഫിസിയോളജിക്കലി ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് ഡയറ്റ്. സോ 2 ടൈപ്പ് ഓഫ് ഡയറ്ററി ഫൈബർ ഉണ്ട്. സോലബിൾ ഫൈബറും ഉണ്ട്, ഇൻസോലബിൾ ഫൈബറും ഉണ്ട്. ഇപ്പൊ സോലബിൾ ഫൈബേഴ്സിൽ വരുന്നതാണ് പെക്റ്റിൻ, ഗംസ്, മ്യൂക്ലേജസ്, ഇതൊക്കെ സോലബിൾ ഫൈബർ ആണ്. ഇൻസോലബിൾ ഫൈബർ എന്ന് പറയുമ്പോൾ സെലലോസ്, ഹെമിസെല്ലോസ്, ലിഗ്നിൻ. ജസ്റ്റ് ഓർത്ത് വെക്കുക. ഡയറ്ററി ഫൈബറും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പോലെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നോൺ സ്റ്റാർച്ച് പോളിസാക്രൈഡ് അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സെല്ലുലോസ്, ഹെമിസെല്ലോസ്, ലിഗ്നിൻ ദീസ് ആർ ഇൻസോലബിൾ ഫൈബേഴ്സ്. Pectins, gums and muclages are soluble fibers. Then regarding its RDA, നമുക്ക് ഡെയിലി എത്ര ഗ്രാം വേണം ഡയറ്ററി ഫൈബർ? 40 gram ഇൻടേക്ക് വേണം ഫൈബറിന്റെ. ഇറ്റ് ഈസ് ഡിസൈറബിൾ. അപ്പൊ ഇന്ത്യൻ ഡയറ്റ്സിൽ ഒരു 50 to 100 gram ഒക്കെ നമുക്ക് പെർ ഡേ കിട്ടുന്നുണ്ട്. ബിക്കോസ് സെറിയൽസ് ആൻഡ് പൾസസ് ആണ് നമ്മൾ കൂടുതലും കഴിക്കുന്ന സെറിയൽസ് ആണ്. അപ്പം സെറിയൽസ് ആൻഡ് പൾസസ് ആർ ഗുഡ് സോഴ്സ് ഓഫ് ദ ഫൈബർ. സോ കുറെ യൂസസ് ഉണ്ട് ഡയറ്ററി ഫൈബറിന്. It forms bulk of stool. It forms bulk of stool. It reduces constipation, reduces intestinal transit time of stools, reduces toxicity, inhibit fecal mutagen synthesis, reduce incidence of colonic polyps and invasive colon cancer, reduce incidence of stomach, breast and prostate cancers, reduce incidence of coronary heart disease, reduce blood levels of glucose and cholesterol. It can be used in management of irritable bowel syndrome and recurrent diverticulitis. Just ഈ uses and functions ഒന്ന് അറിഞ്ഞിരിക്കാം. കമ്മിങ് ടു വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് CM എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വൈറ്റമിൻ എയുടെ സോഴ്സസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് സോഴ്സസും ഉണ്ട്, ആനിമൽ സോഴ്സസും ഉണ്ട്. പ്ലാന്റ് സോഴ്സസ് എന്ന് പറയുമ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ക്യാരറ്റ്സ്, ബ്രോക്കോളി, സ്വീറ്റ് പൊട്ടറ്റോ, ഇതൊക്കെയാണ് വൈറ്റമിൻ എയുടെ പ്ലാന്റ് സോഴ്സസ്. ആനിമൽ സോഴ്സസ് ആണ് ബട്ടർ, ചീസ്, ഫിഷ്, മീറ്റ്, എഗ്സ്. സോ ഫങ്ഷൻസ് അറിയാം. നമ്മുടെ വിഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ റെറ്റിനൽ പിഗ്മെന്റ്സിന്റെ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യും. ഓൾസോ ഇറ്റ് helps in to maintain integrity and function of glandular and epithelial tissues. ഇപ്പൊ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി അറിയാത്ത ആരും ഉണ്ടാവില്ല. ഡെഫിഷ്യൻസി സിംറ്റംസിന് നമ്മൾ ഐ സിംറ്റംസിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ ഓൾ ടുഗദർ വി ആർ കോളിംഗ് ഇറ്റ് as xerophthalmia. So night blindness, cirrhosis, corneal ulceration, keratomalacia ഇതെല്ലാം ഡെഫിഷ്യൻസി സിംറ്റംസ് ആണ്. So regarding the xerophthalmia, ocular manifestations of vitamin A deficiency is known as dry eye or xerophthalmia. അപ്പോൾ മോസ്റ്റ് കോമൺലി ഇത് കാണുന്നത് 1 to 3 years ആണ്. അതുകൊണ്ടാണ് നമ്മളൊരു വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം കുട്ടികളിൽ നടത്തുക അല്ലെ. ജനിക്കുമ്പോൾ തൊട്ട് ഒരു 1 year തൊട്ട് വൈറ്റമിൻ എ നമ്മൾ ജനിക്കുമ്പോഴല്ല 1 year തൊട്ട് വൈറ്റമിൻ എ നമ്മൾ കൊടുക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 5 years വരെ വൈറ്റമിൻ എ കൊടുക്കും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, എന്തായാലും നമ്മൾ നാഷണൽ ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം അടുത്ത ക്ലാസ്സിൽ പറയും. സോ ഫസ്റ്റ് ക്ലിനിക്കൽ സൈൻ ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് കൺജങ്ക്റ്റൈവൽ സീറോസിസ്. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ഇറ്റ്. ഫസ്റ്റ് ക്ലിനിക്കൽ സൈൻ എന്ന് പറയുമ്പോൾ കൺജങ്ക്റ്റൈവൽ സീറോസിസ്, ഡ്രൈനെസ് ആണ്. ഫസ്റ്റ് ക്ലിനിക്കൽ സിംറ്റം എന്ന് പറയുമ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. ഓക്കെ, then Bitot spots. Bitot spots are triangular, pearly, white or yellowish, foamy spots on bulbar conjunctiva on either side of the cornea. Bitot spots ഒക്കെ നമുക്ക് ഈസി ലെവൽ ക്വസ്റ്റൻ ആണ്. എപ്പോഴും മിക്കവാറും ക്വസ്റ്റനിൽ കാണുന്നതൊക്കെയാണ് ബൈറ്റോട്ട് സ്പോട്സ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയിൽ ട്രയാങ്കുലർ, പേർലി വൈറ്റ്, യെല്ലോയിഷ്, ഫോമി സ്പോട്സ് ആണ്. കൺജങ്ക്റ്റീവയിൽ അല്ലെങ്കിൽ കോർണിയയുടെ എതിർ സൈഡ്സിലാണ് കാണുന്നത്. ദെൻ കോർണിയൽ സീറോസിസ് ആണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയുടെ ഒരു സീരിയസ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. കോർണിയൽ സീറോസിസ് ആദ്യം ഫസ്റ്റ് ക്ലിനിക്കൽ സൈൻ ഈസ് കൺജങ്ക്റ്റൈവൽ സീറോസിസ്. സീരിയസ് മാനിഫെസ്റ്റേഷൻ ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കോർണിയൽ സീറോസിസ് ആണ്. ദെൻ ഫൈനലി ഇതൊരു മെഡിക്കൽ എമർജൻസി ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ സോഫ്റ്റനിങ് ഓഫ് കോർണിയ ഓർ ലിക്വിഫാക്ഷൻ ഓഫ് കോർണിയ, അതർവൈസ് നോൺ ആസ് കെരാറ്റോമലേഷ്യ. കെരാറ്റോമലേഷ്യ ഈസ് എ ഗ്രേവ് മെഡിക്കൽ എമർജൻസി റിലേറ്റഡ് ടു ദ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. ഓക്കെ, so then coming to vitamin D, vitamin D is otherwise known as kidney hormone. Then sources egg yolk, butter, cheese. ഇതൊക്കെയാണ് സോഴ്സസ് പറയുന്നത്. ഫങ്ഷൻസ് it helps in case of intestinal absorption and kidney reabsorption of calcium and phosphorus. That's why it's known as kidney hormone. It stimulates bone mineralization and bone resorption. Deficiency അറിയാം, rickets, osteomalacia. Rickets mainly in children, osteomalacia in adults.
Then vitamin C. Vitamin സിയുടെ സോഴ്സസിൽ ഫ്രഷ് ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ജെർമിനേറ്റിംഗ് പൾസസ്. ഇത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ജെർമിനേറ്റിംഗ് പൾസസ് ആർ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. അപ്പൊ നമ്മൾ ഈ പൾസസ് എന്ന് കാണുമ്പോഴേ എടുത്ത് ചാടി പ്രോട്ടീൻ എന്ന് ആൻസർ ചെയ്തത്. ജെർമിനേറ്റിംഗ് പൾസസ് ആർ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. ഓക്കെ, അല്ലെങ്കിൽ വൈറ്റമിൻ സി ഫൗണ്ട് ഇൻ ഫോളോയിങ് ഫുഡ്സ് എക്സെപ്റ്റ്, അതിൽ പൾസസ് കാണുമ്പോൾ പൾസസിൽ വൈറ്റമിൻ സി ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ജെർമിനേറ്റിംഗ് പൾസസിൽ വൈറ്റമിൻ സി ഉണ്ട്. ഓക്കെ. ഫംഗ്ഷൻ, ഇറ്റ് എയ്ഡ്സ് ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ആൻഡ് അയൺ അബ്സോർപ്ഷൻ. ഡെഫിഷ്യൻസി സിംറ്റംസ് കർവിയാണ്, അറിയാലോ. ബ്ലീഡിംഗ് ഗംസ്, ഡിലേഡ് വൂണ്ട് ഹീലിംഗ്, ബ്രൂയിസിംഗ്, ആർത്രോസിസ്, ഹീമാർത്രോസിസ്, ദറ്റ് ഈസ് ബ്ലീഡിംഗ് ഇൻ ടു ദ ജോയിന്റ്സ്. ഇതൊക്കെയാണ് സിംറ്റംസ്. ദെൻ വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയിലെ സോഴ്സ് വെജിറ്റബിൾ ഓയിൽ, കോട്ടൺ സീഡ് ഓയിൽ, സൺഫ്ലവർ സീഡ് ഓയിൽ, എഗ് യോക്ക്. എഗ് യോക്കിൽ വൈറ്റമിൻ ഇ ഉണ്ട് കേട്ടോ. ബട്ടർ. ഫംഗ്ഷൻ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് പ്രൊട്ടക്ടിങ് ടിഷ്യൂസ് ആണ് ഫ്രം ഫ്രീ റാഡിക്കൽ ഡാമേജ്. അപ്പൊ ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന വൈറ്റമിൻ എക്കും ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി ഉണ്ട്. ആന്റി ഏജിങ് ആയിട്ട് യൂസ് ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാലോ, ആന്റി ഏജിങ് ക്രീംസിൽ പലതിലും റിച്ച് ഇൻ ടോക്കോഫെറോൾ, വൈറ്റമിൻ ഇ. സോ ഡെഫിഷ്യൻസി പാൻക്രിയാറ്റൈറ്റിസ്, ഷോർട്ട് ബൗവൽ സിൻഡ്രോം, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഇതൊക്കെയാണ് ഡെഫിഷ്യൻസി റിലേറ്റഡ് ടു വൈറ്റമിൻ ഇ. ദെൻ വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ 2 ഫോംസിലാണ് ഫൗണ്ട് ചെയ്യുന്നത്. വൈറ്റമിൻ K1 ആൻഡ് വൈറ്റമിൻ K2. K1 എന്ന് പറയുമ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും കൗസ് മിൽക്കിലും ഉള്ളതാണ് വൈറ്റമിൻ K1. ഓക്കെ. വൈറ്റമിൻ K2 സിന്തസൈസ്ഡ് ബൈ അവർ ഇൻറ്റെസ്റ്റിനൽ ബാക്ടീരിയ. അപ്പൊ മെയിൻലി എന്ന് പറയുമ്പോൾ ഇത് കൊയാഗുലേഷൻ, ക്ലോട്ടിംഗ് റിലേറ്റഡ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ, ബിക്കോസ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ പ്രൊഡക്ഷൻ ആൻഡ് റിലീസ് ഓഫ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്. ഡെഫിഷ്യൻസി ഇവിടെ സീലിയാക് ഡിസീസ് ആൻഡ് സിസ്റ്റിക് ഫൈബ്രോസിസ്, അതുപോലെ ബ്ലീഡിംഗ്, ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സും വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസിയിൽ വരും. ദെൻ വൈറ്റമിൻ B1. ഇനി നമ്മൾ ബി കോംപ്ലക്സിലേക്ക് പോവുകയാണെങ്കിൽ B1, തൈമിൻ. It is found in cereals, wheat, pulses, groundnuts, milk, meat, fish, and eggs. Then deficiency lana beriberi. You know that there are two types of beriberi: dry beriberi and wet beriberi. And then Wernicke's encephalopathy, mainly alcoholics കാണുന്ന CNS symptoms are related to beriberi. So vitamin B2. Vitamin B2, otherwise known as riboflavin, it is found in milk, eggs, and green leafy vegetable. Deficiency lead to chelosis, angular stomatitis, and glossitis. Then vitamin B3 or niacin, it is found in meat, fish, legumes, and groundnuts. Deficiency ആണ് pellagra. Pellagra എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പെല്ലഗ്രയിൽ അറിയാം ഡയേറിയ, ഡെർമറ്റൈറ്റിസ്, ഡിമെൻഷ്യ. 3 Ds പറയും, 4 Ds പറയാൻ ഡെത്ത് കൂടി പറയും. ഇനി സ്കിൻ റാഷ് ഉണ്ട്. പെല്ലഗ്രയിൽ കാണുന്ന സ്കിൻ റാഷസ്, പിഗ്മെന്റഡ് സ്കെയിലി areas when exposed to sunlight, especially it is occurring in neck, that is known as Kiesel's necklace. ഒരു നെക്ലേസ് അപ്പിയറൻസിൽ ഇങ്ങനെ റാഷസ് വരും, പിഗ്മെന്റഡ് സ്കെയിലി ഏരിയാസ് വരും. That is a characteristic skin rash in the pellagra. So it is known as Kiesel's necklace. മെയിൻലി പെല്ലഗ്ര കോമൺ ആയിട്ട് കാണുന്ന മെയ്സ് ഓർ ജോവർ ഈറ്റിംഗ് പോപ്പുലേഷനിലാണ്. ബിക്കോസ് അറിയാം മെയ്സ് ഈസ് ഡെഫിഷ്യന്റ് ഇൻ ട്രിപ്റ്റോഫാൻ. സോ മെയ്സ് ട്രിപ്റ്റോഫാൻ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട്, because ഈ tryptophan is needed to conversion of, because 60 milligram tryptophan is converted to 1 milligram niacin in the body. ഇപ്പൊ ട്രിപ്റ്റോഫാൻ ആണ് നമ്മുടെ ബോഡിയിൽ നിയാസിൻ ആയിട്ട് മാറുന്നത്. 60 milligram tryptophan ആണ്. 1 milligram ആ ഒരു ക്വാണ്ടിറ്റി ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. 60 milligram tryptophan is needed to convert to 1 milligram niacin in the body. സോ ട്രിപ്റ്റോഫാൻ ഡെഫിഷ്യൻസി ഉള്ള മെയ്സ്, ട്രിപ്റ്റോഫാൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള മെയ്സ് ഓവറായിട്ട് കഴിക്കുന്ന, മെയ്സ് സ്റ്റേപ്പിൾ ഫുഡായിട്ടുള്ള ആൾക്കാരിൽ ട്രിപ്റ്റോഫാൻ ഡെഫിഷ്യൻസി വരുമ്പോൾ ഗ്രാജുവലി അതൊരു നിയാസിൻ ഡെഫിഷ്യൻസിയിലോട്ട് പോകും. സോ അവർക്ക് ഈ പറഞ്ഞ പെല്ലഗ്ര ഉണ്ടാവും. സോ പെല്ലഗ്ര ഈസ് കോമൺ ഇൻ മെയ്സ് ഓർ ജോവർ ഈറ്റിംഗ് പോപ്പുലേഷൻ. അതുപോലെ ഇവർക്ക് ലൂസിൻ എക്സസ് ആയിട്ടുള്ളതും ഇറ്റ് ഇന്റർഫിയർ വിത്ത് ദ കൺവേർഷൻ ഓഫ് ട്രിപ്റ്റോഫാൻ ടു നയാസിൻ. Then vitamin B6 or pyridoxine found in milk, meat, legumes, and egg yolk. Egg yolk നമ്മൾ vitamin K1 പറഞ്ഞു, vitamin B6ലും പറയുന്നുണ്ട്. Deficiency leads to neuropathy related symptoms ആണ്. Peripheral neuropathy, seborrheic dermatitis, glossitis, chelosis. Glossitis, chelosis നമ്മൾ vitamin B2ലും പറഞ്ഞിട്ടുണ്ട്.
ഫോളിക് ആസിഡ് ഓർ ഫോളേറ്റ് സോഴ്സസ്, മീറ്റ്, മിൽക്ക്, എഗ്, ഫ്രൂട്ട്സ്, cereals ഒക്കെ ഫോളിക് ആസിഡ് ആണ്, സോഴ്സസ് ആണ്. ഡെഫിഷ്യൻസി ആണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, ഗ്ലോസൈറ്റിസ്, കീലോസിസ്, ഡയറി ഒക്കെ നമ്മൾ പറയും. ഈ B12 വരുമ്പോൾ മീറ്റ്, ഫിഷ്, എഗ്, മിൽക്ക്, ചീസ് ആണ്. ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ കോളൻ ബാക്ടീരിയ. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിൽ നമ്മൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ പറയും. അയൺ, അയണിൽ പറയുന്നത്, അയണിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് അറിയാലോ, അനീമിയാണ്. അനീമിയ വളരെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിനിൽ അയൺ എന്ന് പറയുന്ന ന്യൂട്രീഷണൽ അയൺ റിലേറ്റഡ് പറയുന്ന ഈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അത് നാഷണൽ ന്യൂട്രീഷണൽ പ്രോഗ്രാം പറയുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാം. ഇപ്പൊ ജസ്റ്റ് അതിലൊരു ഇമ്പോർട്ടൻറ്റ് സാധനം മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്ത്, അതായത് നമ്മൾ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ചെയ്യും അല്ലെ. അപ്പൊ അതിൽ അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റിൽ എത്രയാണ് ഒരു ടാബ്ലറ്റിലുള്ള അയണിന്റെ ഫോളിക് ആസിഡ് കണ്ടന്റ്, ഇത് എപ്പോഴും ക്വസ്റ്റൻ ആയിട്ട് വരുന്നതാണ്. അപ്പം അഡൽട്ട് ടാബ്ലറ്റ് ഓഫ് IFA contains 100 milligram elemental iron and 500 microgram folic acid. ഇപ്പൊ നമ്മൾ അനീമിയ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ടാബ്ലറ്റിലുള്ള കമ്പോണന്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ അഡൽട്ട് ടാബ്ലറ്റ് ആണെങ്കിൽ 100 milligram elemental iron and 500 microgram folic acid. അത് 100 days കൊടുക്കണം പ്രഗ്നൻസിയിൽ, മെയിൻ ആയിട്ട് പ്രഗ്നൻസിയിൽ. ഇനി പീഡിയാട്രിക് ടാബ്ലറ്റ് ഓഫ് അയൺ ഫോളിക് ആസിഡ് ആണെങ്കിൽ 20 milligram elemental iron and 100 microgram folic acid ആണ് അതിൽ വരുന്നത്. അത് നമ്മൾ എവറി ഇയർ ടിൽ 5 years ഓഫ് ചൈൽഡ് ടു ബി ഗിവൺ ഫോർ 100 days മിനിമം. 100 days രണ്ടും മിനിമം 100 days കൊടുക്കാനുള്ളതാണ്. അപ്പം അഡൽട്ടിലാണെങ്കിൽ 100 milligram elemental iron and 500 microgram folic acid. അയൺ അനീമിയയുടെ പ്രോഗ്രാം, ന്യൂട്രീഷണൽ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. ദെൻ മിനറൽസ്. മിനറൽസിൽ മേജർ മിനറൽസ്, ട്രേസ് മിനറൽസ്, ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കാം. മേജർ മിനറൽസ് എന്ന് പറയുമ്പോൾ സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ, ദീസ് ഓൾ ആർ മേജർ മിനറൽസ്. ട്രേസ് മിനറൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ട്രേസ് ക്വാണ്ടിറ്റീസിൽ മാത്രം റിക്വയർ ആയിട്ടുള്ളതാണ്. അയൺ, കോപ്പർ, സിങ്ക്, സെലേനിയം, അയഡിൻ, ക്രോമിയം, ഫ്ലൂറൈഡ്, മാംഗനീസ്, മോളിബ്ഡം, ദീസ് ഓൾ ആർ ട്രേസ് മിനറൽസ്. കാൽഷ്യം, കാൽഷ്യം ബോൺസ് ടീസ് ഫോം ചെയ്യാൻ, ബ്ലഡ് കോയാഗുലേഷൻ, സപ്പോർട്ട് മസിൽ കൺട്രാക്ഷൻ, കാർഡിയാക് ഫംഗ്ഷൻ, നെർവ് സിഗ്നലിംഗ്, ഇതൊക്കെയാണ് കാൽഷ്യത്തിന്റെ ഫങ്ഷൻസ്. Then phosphorus. Phosphorus crucial for bone and teeth formation. Iron essential for hemoglobin production, brain development, temperature regulation, etc. Then fluorine. ഫ്ലൂറിൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഫ്ലൂറിൻ ഈസ് നോൺ ആസ് ഡബിൾ എഡ്ജ്ഡ് സോഡ്. എന്താണെന്ന് ഞാൻ പറയാം. സോ ഫ്ലൂറിൻ ആണ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ നേച്ചർ. ആൻഡ് ബോഡി ഫ്ലൂറൈഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 96% ഓഫ് ഫ്ലൂറൈഡും ബോഡിയിൽ ബോൺസ് ആൻഡ് ടീത്തിലാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മിനറലൈസേഷൻ ഓഫ് ബോൺസ് ആൻഡ് ഡെന്തൽ ഇനാമൽ. നമ്മുടെ സോഴ്സസ് എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ ആണ് മോസ്റ്റ് കോമൺ സോഴ്സ് ഓഫ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഡ്രിങ്കിങ് വാട്ടർ സീ ഫിഷ്, ചീസ്, ടീ എല്ലാം ഉണ്ട്. എന്നാലും മോസ്റ്റ് കോമൺ സോഴ്സ് ഓഫ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ ആണ്. അപ്പം ഇതിനെ ഡബിൾ എഡ്ജ്ഡ് സോഡ് എന്ന് പറയാൻ കാര്യം ഇത് എക്സസ് ആയാലും കുഴപ്പമാണ്, ഡെഫിഷ്യന്റ് ആയാലും കുഴപ്പമാണ്. ബിക്കോസ് ഇഫ് ഇറ്റ് ഈസ് എക്സസ്, ഇറ്റ് പ്രൊലോങ്ഡ് ഹൈ ഇൻടേക്ക് ക്യാൻ കോസ് ഡെന്തൽ ആൻഡ് സ്കെൽട്ടൽ ഫ്ലൂറോസിസ്. ഓക്കെ, ഡെഫിഷ്യൻസി ആണെങ്കിൽ ഡെന്തൽ കാരീസും ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട്. റിക്കമെൻഡഡ് ലെവൽ ഇൻ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ 0.5 to 0.8 milligram per liter or 0.5 to 0.8 ppm parts per million. ഇനി ടെമ്പറേറ്റ് കൺട്രീസിലാണെങ്കിൽ വാട്ടർ ഇൻടേക്ക് കുറവുള്ള സ്ഥലത്താണെങ്കിൽ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഫ്ലൂറൈഡ്സ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ 1 to 2 ആവാം. മേജർ സോഴ്സ് ഓഫ് ഫ്ലൂറിൻ ടു മാൻ എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ ആണ്. ഇനി അതിന്റെ ലെവൽ വെച്ച് നമുക്ക് അതിനെ ഫ്ലൂറോസിസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ പറഞ്ഞു റെക്കമെൻഡഡ് ലെവൽ ഈസ് 0.5 to 0.8 milligram per liter. സോ മോർ ദാൻ 1.5 parts per million ആവുകയാണെങ്കിൽ ഇറ്റ് മേ കോസ് ഡെന്തൽ ഫ്ലൂറോസിസ്, അതർവൈസ് നോൺ ആസ് മോട്ടിലിംഗ് ഓഫ് ടീത്ത്. ഓക്കെ, ലെവൽ മോർ ദാൻ 1.5 ppm ആവുകയാണെങ്കിൽ. ഇനി ലെവൽ 3 to 6 ആവുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു സ്കൾട്ടൽ ഫ്ലൂറോസിസ്. ആൻഡ് ലെവൽ മോർ ദാൻ 10 parts per million ആവുകയാണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ക്രിപ്ലിംഗ് ഫ്ലൂറോസിസ്. ഓക്കെ, അതൊക്കെ സ്കെൽട്ടൽ ഫ്ലൂറോസിസും ക്രിപ്ലിംഗ് ഫ്ലൂറോസിസ് എന്നൊക്കെ പറയുമ്പോൾ പേഷ്യന്റ് ഡിസേബിൾ ആവുകയാണ്, നടക്കാൻ പറ്റാത്ത ഇതിലോട്ട് പോകും. ഫ്ലൂറോസിസ് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കുറച്ച് സ്റ്റേജസ് പറയുന്നുണ്ട് അതിന്. നമ്മളൊരു സ്റ്റിക്ക് ഉപയോഗിക്കും, പിന്നെ സ്റ്റിക്ക് വെച്ചാൽ പേഷ്യന്റിന് നടക്കാൻ പറ്റില്ല, അതാണ് ഫ്ലൂറോസിസ്. സ്കെൽട്ടൽ ആൻഡ് ക്രിപ്ലിംഗ് ഫ്ലൂറോസിസ് വരുമ്പോൾ ഉള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അണേബിൾ ടു വർക്ക് ഔട്ട്. ഇനി അതിൽ പറയേണ്ട ഒരു ടെക്നിക്കാണ് നൽഗോണ്ട ടെക്നിക്. നൽഗോണ്ട ടെക്നിക് നമ്മൾ എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത് പറയുമ്പോൾ ഒന്നുകൂടി പറയും. അത് ഫ്ലൂറിൻ ഡീഫ്ലൂറിഡേഷന് വേണ്ടിയിട്ട് നാഗ്പൂരിലെ നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നിക്കാണ് നൽഗോണ്ട ടെക്നിക് എന്ന് പറയുന്നത്. അതായത്
വാട്ടറിലെ എക്സസ് ഫ്ലൂറിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ ലൈമും ആലവും ബ്ലീച്ചിങ് പൗഡറും കൂടിയാണ് ആഡ് ചെയ്യുന്നത് ഈ ടെക്നിക്കിൽ. മേജർ ആയിട്ട് ആലമാണ് നാൽഗോണ്ട ടെക്നിക്കിലെ മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പൊ അതിലെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫ്ലോക്കുലേഷൻ, സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ. ഇതൊക്കെ നമുക്ക് എൻവയോൺമെന്റൽ ഹെൽത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ 3 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഫ്ലോക്കുലേഷൻ, സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ. നമ്മൾ ആഡ് ചെയ്യുന്നത് ലൈം, ആലം, ബ്ലീച്ചിങ് പൗഡർ. ദെൻ അയഡിൻ. അയഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഡെയിലി റിക്വയർമെന്റ് 150 മൈക്രോഗ്രാം പെർ ഡേ. അതായത് ഒരു ലൈഫ് ടൈമിൽ 1 ടീസ്പൂൺ പോലും അയഡിൻ ചെല്ലാൻ പാടില്ല. അത്രയ്ക്ക് ട്രേസ് ആയിട്ട് പറയുന്നതാണ് അയഡിൻ റിക്വയർമെന്റ്. ഇപ്പൊ 0 to 59 മന്ത്സിൽ ഈ റിക്വയർമെന്റ് എമൗണ്ട് പഠിക്കണം. 0 to 59 മന്ത്സ് ഉള്ളവർ 90 മൈക്രോഗ്രാം പെർ ഡേ ആണ്. 6 to 12 ഇയേഴ്സ് 120 മൈക്രോഗ്രാം പെർ ഡേ. മോർ ദാൻ 12 ഇയേഴ്സിന് 150 മൈക്രോഗ്രാം പെർ ഡേ. പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമണിൽ 250 മൈക്രോഗ്രാം പെർ ഡേ പറയുന്നുണ്ട് ഡെയിലി അയഡിൻ റിക്വയർമെന്റ്. ഓക്കെ. അപ്പൊ ഈ അയഡിന്റെ ഡെഫിഷ്യൻസിയെ കുറിച്ച് പറയുമ്പോൾ ഇതും നമ്മൾ ന്യൂട്രീഷണൽ പ്രോഗ്രാമിൽ അയഡൈസേഷനിൽ പറയാം. അപ്പൊ അയഡിന്റെ ഡെഫിഷ്യൻസിയെ കുറിച്ച് പറയുമ്പോൾ അയഡൈസേഷൻ ആണ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് പ്രൊഫൈലാക്ടിക് മെഷർ അഗൻസ്റ്റ് പ്രിവെൻഷൻ ഓഫ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഏറ്റവും മാസ് പ്രൊഫൈലാക്സിസ് എഫക്റ്റീവ് എക്കണോമിക്കൽ മെത്തേഡ് ആണ് അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറയുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ഫുഡ് അഡൾട്രേഷൻ ആക്ട് നമ്മൾ എത്രമാത്രം നമുക്ക് സോൾട്ടിനെ അയഡൈസ് ചെയ്യാം എന്ന് 1954 PFA ആക്ടിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 30 ppm അറ്റ് പ്രൊഡക്ഷൻ ലെവൽ ആൻഡ് 15 parts per million at കൺസ്യൂമർ ലെവൽ, അത്രയും മാത്രമാണ് സാൾട്ടിനെ അയഡൈസ് ചെയ്യാൻ പാടുള്ളൂ. സിങ്ക് ഡെഫിഷ്യൻസിയിലും ഗ്രോത്ത് ഫെയിലർ, സെക്ഷൽ ഇൻഫന്റിലിസം, ഇംപയർഡ് ഇമ്മ്യൂണിറ്റി, ഡിക്രീസ് ഇൻസുലിൻ സിന്തസിസ്, ഡിലേഡ് വൂണ്ട് ഹീലിംഗ്, ടേസ്റ്റ് ലോസ് ആവും, അഗ്യൂസിയ, പിന്നെ ലിവർ ഡിസീസസ്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഒക്കെ വരും. മെറ്റേണൽ സിങ്ക് ഡെഫിഷ്യൻസി കാരണം കുട്ടിക്ക് IUGR ആവാം, ഫീറ്റൽ ഗ്രോത്ത് റിട്ടാർഡ് ആവാം, സ്പോണ്ടേനിയസ് അബോർഷൻ ഉണ്ടാവാം, അനൻസെഫാലി, ലോ ബർത്ത് വെയിറ്റ്, പ്രീ ടേം ഡെലിവറി ഒക്കെ സിങ്ക് ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് ആണ്. ഓക്കെ. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ഫുഡ്സിന്റെ കുറച്ച് ന്യൂട്രിറ്റീവ് വാല്യൂ. എഗ്ഗിന്റെ മിൽക്കിന്റെ ഒക്കെ ന്യൂട്രിറ്റീവ് വാല്യൂ എന്തായാലും ബൈഹാർട്ട് ചെയ്ത് പോകണം. അപ്പൊ എഗ്ഗിന്റെ എന്ന് പറയുമ്പോൾ 6 gram പ്രോട്ടീൻ, 6 gram ഫാറ്റ്, 30 milligram കാൽഷ്യം, 1.5 milligram അയൺ, 250 milligram കൊളസ്ട്രോൾ, 70 കിലോ കലോറി എനർജിയാണ് എഗ്ഗിന്റെ. എഗ് ഈസ് നോൺ ആസ് റെഫറൻസ് പ്രോട്ടീൻ. എഗ് ഈസ് എ പുവർ സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. അതും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. എഗ്ഗിൽ ഇല്ലാത്ത ന്യൂട്രിയൻസ് വൈറ്റമിൻ സിയും കാർബോഹൈഡ്രേറ്റും ആണ്. ഇനി മിൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാസ്ചറൈസേഷൻ ഞാൻ പറയാം. ജസ്റ്റ് ഇപ്പം മിൽക്കിന്റെ ടൈപ്സ് പറയാം. ഓരോ ഓക്കെ. അപ്പൊ മിൽക്കിന്റെ ഫാറ്റ് കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ബഫലോ മിൽക്ക്, ഗോഡ് മിൽക്ക്, കൗ മിൽക്ക്, ഹ്യൂമൻ മിൽക്ക്, ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മിൽക്ക്. അപ്പൊ അതിൽ ഫാറ്റ് കണ്ടന്റ് വെച്ചിട്ട് പറയുകയാണെങ്കിലും പ്രോട്ടീൻ കണ്ടന്റ് വെച്ച് പറയുകയാണെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് ബഫലോയിലാണ്. ബഫലോ, ഗോഡ്, കൗ, ഹ്യൂമൻ, അതാണ് അതിന്റെ ഡിക്രീസിങ് ഓർഡർ. ഏറ്റവും കൂടുതൽ ഫാറ്റ് കണ്ടന്റ്, പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത് ബഫലോയിൽ, കുറവുള്ളത് ഹ്യൂമനിലുമാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ലാക്ടോസ് കണ്ടന്റ്, ഹ്യൂമൻ മിൽക്കിലാണ് മോസ്റ്റ് ലാക്ടോസ് കണ്ടന്റ് ഉള്ളത്. അത് കഴിഞ്ഞ് ബഫലോ, ഗോഡ്, കൗ. അപ്പൊ ഫാറ്റ്, പ്രോട്ടീൻ, എനർജി, ഇത് മൂന്നിലും ബഫലോ ആണ് ഏറ്റവും കൂടുതൽ. ബഫലോ, ഗോഡ്, കൗ, ഹ്യൂമൻ, ഈ ഒരു ഓർഡർ ആണ്. ഈ ഓർഡർ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഫാറ്റ്, പ്രോട്ടീൻ, എനർജി, ഇത് മൂന്നിലും ബഫലോ, ഗോഡ്, കൗ, ഹ്യൂമൻ, ഇങ്ങനെയാണ് ഡിക്രീസിങ് ഓർഡർ. ലാക്ടോസിൽ മാത്രമാണ് ഹ്യൂമൻസിന് കൂടുതലായിട്ട് ലാക്ടോസ് കണ്ടന്റ് ഉള്ള മിൽക്ക് ഉള്ളത്. അപ്പൊ ഇത് കുറച്ച് പുവർ സോഴ്സസ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. മിൽക്ക് ഈസ് എ പുവർ സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആൻഡ് അയൺ. മിൽക്കിൽ അയൺ ഇല്ല. പൊതുവെ എല്ലാവരും തെറ്റിദ്ധരിക്കും മിൽക്കിൽ അയൺ ഉണ്ട്, പക്ഷെ മിൽക്കിൽ അയൺ ഇല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മളിപ്പം മറ്റേ ലയൺ ഡേറ്റ് സിറപ്പ് ഒക്കെ മിൽക്കിൽ ചേർത്തല്ലേ കുടിക്കുന്നത്. അപ്പൊ ഡേറ്റ്സ് ആർ റിച്ച് സോഴ്സ് ഓഫ് അയൺ, സോ അപ്പൊ മിൽക്കിൽ അത് അയൺ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് സിറപ്പ് ചേർത്ത് കുടിക്കുന്നത് എന്ന് ഓർക്കുക. കുടിക്കാൻ അല്ലെങ്കിൽ അവർ പറയുന്നത്, നമ്മൾ കുടിക്കുന്നല്ല, അവരങ്ങനെ പറയുന്നുണ്ടല്ലോ. സോ മിൽക്ക് ഈസ് എ പുവർ സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആൻഡ് അയൺ. ദെൻ മീറ്റ് ഈസ് എ പുവർ സോഴ്സ് ഓഫ് കാൽഷ്യം. അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. മീറ്റിൽ കാൽഷ്യം ഇല്ല, കുറവാണ് കേട്ടോ. ഫിഷ് ഈസ് എ പുവർ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, അത് അണ്ടർസ്റ്റുഡ് ആണ്. എഗ് ഈസ് എ പുവർ സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. എഗ്ഗിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല, വൈറ്റമിൻ സി ഇല്ല. മിൽക്കിൽ വൈറ്റമിൻ സിയും അയണും ഇല്ല. ഇനി റിച്ച് സോഴ്സസ് ഏതൊക്കെയാന്ന് പറയാം. വൈറ്റമിൻ എയുടെയും ഡിയുടെയും റിച്ചസ്റ്റ് സോഴ്സ് പറയുമ്പോൾ ലിവർ ഓയിൽ, ഹാലിബുട്ട് ലിവർ ഓയിൽ ആണ്. ദെൻ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ഈസ് അംല, നെല്ലിക്ക, ഇന്ത്യൻ ഗൂസ്ബെറി. ജിഞ്ചലി സീഡ്സ് ആർ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ B1. വൈറ്റമിൻ B1ന്റെ റിച്ച് സോഴ്സ് ജിഞ്ചലി സീഡ്സ് ആണ്. ഷീപ്പ് ലിവർ ഈസ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ B2, റൈബോഫ്ലേവിൻ. റാഗി ഈസ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് കാൽഷ്യം. പിസ്തേഷ്യോ ഇസ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് അയൺ. പിസ്തയാണ് അയണിന്റെ ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ്. ജാഗറി പറയുന്നുണ്ട്. ഓപ്ഷനിൽ പിസ്ത ഇല്ല, ജാഗറി ആണെങ്കിൽ ജാഗറിന്ന് എഴുതാം.
പക്ഷെ പിസ്തയാണ് റിച്ചസ്റ്റ് സോഴ്സ് ആയിട്ട് പറയുന്നത്. അറിയാം, സോയാബീൻ ആണ് പൾസസിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ളത്, ഹൈ ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ളത്. ലിമിറ്റിംഗ് അമിനോ ആസിഡ് സോയാബീൻ എന്ന് പറഞ്ഞാൽ മെത്തിയോണൈൻ ആണ്. ഓൾസോ ഇറ്റ് ഈസ് റിച്ചർ ഇൻ കാൽഷ്യം, അയൺ ആൻഡ് വൈറ്റമിൻ ബി. നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ ഓഫ് സോയാബീൻ എന്ന് പറഞ്ഞാൽ 55 ആണ്. Then fish. Fish richest source of vitamin A and D, rich source of proteins, good source of iron, calcium, phosphorus, iodine, poor source of calcium, phosphorus, fluoride, poor source of carbohydrate ആണ്, poor source of iodine ആണ്. ചില സീ ഫിഷസിൽ മാത്രമാണ് നല്ല രീതിയിൽ അയഡിൻ ഉള്ളത്. എല്ലാ ഫിഷും നോട്ട് ഗുഡ് സോഴ്സ് ഓഫ് അയഡിൻ. സോ ഈ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. പിന്നെ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ന്യൂട്രീഷൻ ഹെൽത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പോർഷൻ എടുക്കാം. So the recommended daily energy intake of an adult pregnant woman with heavy work എന്ന് പറയുന്നത് 3200 കിലോ കാലറി ആണ്. ഇത് നിങ്ങൾ പെട്ടെന്ന് ഓർത്ത് വെക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആൻസർ പറഞ്ഞതാണ്. Then extra calories required by lactating mother during first 6 months. First 6 months over and above daily requirement is lactating motherന് ഫസ്റ്റ് 6 monthsൽ എബോവ് എത്ര കിലോ കലോറിയാണ്? Can anyone answer? $550 kilocalories the answer. ആരും ഇല്ലേ? എന്നാ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യായിരുന്നു. Okay, thank you.